ഗുഡ് മോർണിംഗ്. ഓപ്പണിംഗ് അവേഴ്സ് വിത്ത് മൈഫിൻ്റെ ഒരു പുതിയ സെഷനിലേക്ക് എല്ലാ പ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുകയാണ്. ഗുഡ് മോർണിംഗ് സൂരജ് സർ. ഹാപ്പി മോർണിംഗ് ജാസ്മിൻ. സർ, ഏതായാലും മാർക്കറ്റിൻ്റെ ഒരു അപ്ഡേറ്റിലേക്ക് തന്നെ നമുക്ക് ആദ്യം കടക്കാം. ഏതായാലും ഇന്ന് ഒരു 120-ലധികം പോയിന്റുകളുടെ ഇടിവാണ് ഈ മിനിറ്റിൽ നിഫ്റ്റി 50-യിൽ കാണാൻ സാധിക്കുന്നത്. പ്രധാനപ്പെട്ട സപ്പോർട്ട് ലെവലുകളൊക്കെ തന്നെ കൈവിട്ടുകൊണ്ടുള്ള ഒരു ട്രേഡിംഗ് നിഫ്റ്റിയിൽ കാണാൻ സാധിക്കുന്നു. എസ്പെഷ്യലി ട്രംപിൻ്റെ ഭാഗത്ത് നിന്ന് വീണ്ടും താരിഫിൻ്റെ ഒരു കനത്ത പ്രഹരം എസ്പെഷ്യലി ഫാർമ മേഖലയ്ക്ക് ഉണ്ടായിരിക്കുകയാണ്. 100% താരിഫ് എന്നുള്ള രീതിയിലേക്കാണ് ട്രംപിൻ്റെ ഒരു അടുത്ത തിരിച്ചടി വന്നിരിക്കുന്നത്. അതായത് അമേരിക്കയിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന മരുന്നുകൾക്ക് 100% താരിഫ് എന്നുള്ളതാണ് നിലപാട്. ഒക്ടോബർ 1 മുതലായിരിക്കും ഇത് പ്രാബല്യത്തിൽ വരിക എന്നാണ് ട്രംപിന്റെ ഭാഗത്ത് നിന്നുള്ള അറിയിപ്പ്. അതായത് ബ്രാൻഡഡ് പേറ്റന്റ് മരുന്നുകൾക്കാണ് ഈ ഒരു താരിഫ് ഏർപ്പെടുത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് പ്രധാനം. അമേരിക്കയിൽ നിർമ്മാണ യൂണിറ്റ് സ്ഥാപിക്കാത്ത കമ്പനികൾക്കാണ് ഇത്തരത്തിലുള്ള ഒരു നടപടി ബാധകമാകുന്നത്. സുരേഷ് സർ, നമ്മൾ ഇന്ന് ഫാർമ ഇൻഡെക്സ് നോക്കുന്ന സമയത്ത് 2.5% കൂടുതൽ ഇടിവാണ്. ഇൻഡെക്സിലുള്ള പ്രധാനപ്പെട്ട സ്റ്റോക്കുകളിലുടനീളം നമുക്ക് ആ ഒരു സെല്ലിംഗ് പ്രഷർ കാണാൻ സാധിക്കുന്നുണ്ട്. ഈ ഒരു നടപടി തീർച്ചയായിട്ടും ഇന്ത്യയെ ബാധിക്കുമെന്നുള്ളതിൽ സംശയമില്ല. അതേസമയം ബട്ട് അറ്റ് ദ സെയിം ടൈം അമേരിക്കയ്ക്കും ഇത് തിരിച്ചടിയാണ്. കാരണം അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കുന്ന റിലേറ്റീവ്ലി ചീപ്പ് ആൻഡ് ക്വാളിറ്റി മെഡിസിൻസ് ആണ് അമേരിക്കൻ സിറ്റിസൺസ് കൂടുതൽ പ്രിഫർ ചെയ്യുന്നത്. ഈ ഒരു നടപടി വരുന്ന സമയത്ത് തീർച്ചയായിട്ടും ട്രംപിന്റെ പുതിയ താരിഫ് മരുന്നുകളുടെ വില വർദ്ധിപ്പിക്കും. അതോടൊപ്പം തന്നെ മാർക്കറ്റിൽ വിലക്കയറ്റത്തിനൊപ്പം തന്നെ മരുന്നിന്റെ ലഭ്യതയുടെ ഒരു കുറവ് കൂടി ഉണ്ടാകുമെന്നുള്ള ഒരു സാധ്യത അവിടെയുണ്ട്. എങ്ങനെയാണ് സാർ ഈ ഒരു നിലപാടിനെ കാണുന്നത്? ജാസ്മിൻ, തുടക്കം തന്നെ ഞാനൊരു കാര്യം പറയാം. നമ്മളിപ്പോൾ പറഞ്ഞു ഇന്ന് ഫാർമ ഇൻഡെക്സ് ഡൗൺ ആണെന്നല്ലേ. ഐ ആം ടോട്ടലി സർപ്രൈസ്ഡ്. സത്യം പറഞ്ഞാൽ ഞാൻ വളരെ സർപ്രൈസ്ഡ് ആണ്. ഇന്ന് എന്തുകൊണ്ട് ഇന്ത്യൻ ഫാർമ കമ്പനീസ് താഴേക്ക് പോയി എന്നുള്ള കാര്യത്തിൽ സർപ്രൈസ്ഡ് ആണ്. രണ്ടാമത് ട്രംപിൻ്റെ ഈ ടാരിഫ്, ശരിക്കും പറഞ്ഞാൽ എനിക്ക് അതിനകത്ത് വലിയ അഭിപ്രായങ്ങളൊന്നും പറയാനില്ല. കാര്യം വെച്ചാൽ ഞാനത് എക്സ്പ്ലെയിൻ ചെയ്യാം എന്തുകൊണ്ടാണെന്നുള്ളത്. അതായത് ഞാൻ അതിനകത്ത് വലിയൊരു കാര്യം അതിനകത്ത് ഞാനിപ്പോൾ ഇന്ത്യയുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ ഞാൻ അതിന് കണക്കാക്കുന്നില്ല എന്നുള്ളതാണ് ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം, നമ്മുടെ പ്രേക്ഷകരോട് കഴിഞ്ഞ ആഴ്ച തന്നെ നമ്മൾ പറഞ്ഞിരുന്നു, ആഫ്റ്റർ എന്താ പറയുക, ഒരു ഹാൻഡ്സം റണ്ണപ്പ് ഇൻ ദ മാർക്കറ്റിന് എല്ലാ ചേരുവകളും എല്ലാ ഇൻഗ്രീഡിയൻസും ഉണ്ട്. ചെറുതായിട്ടൊന്ന് കറക്റ്റ് ചെയ്യാൻ, ഒരു ഹെൽത്തി കറക്ഷന് വേണ്ടിയിട്ട് കറക്റ്റ് ചെയ്യാനുള്ള ഒരു ചാൻസ് ഉണ്ട് എന്നുള്ള ട്രേഡ് സെറ്റപ്പ് നമ്മൾ പറഞ്ഞു വെച്ചിരുന്നു, അല്ലെ, ഒരു കോഷ്യസ് സ്റ്റാൻഡ് നമ്മൾ പറഞ്ഞിരുന്നു എന്നുള്ള. അതിനുശേഷം മാർക്കറ്റ് ചെറുതായിട്ടൊന്ന് കറക്റ്റ് ചെയ്തു, ചെറുതായിട്ട് നല്ല ഭേദപ്പെട്ട രീതിയിൽ തന്നെ കറക്റ്റ് ചെയ്തു എന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പോഴും ആ കറക്ഷൻ തുടർന്നുകൊണ്ടിരിക്കുന്നു. ശരിയാണ്, മാർക്കറ്റ് ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ഏതാണ്ട് 50 EDMA നിഫ്റ്റിയൊക്കെ ബ്രേക്ക് ചെയ്ത് താഴേക്ക് പൊയ്ക്കൊണ്ടിരിക്കുന്നു. ഇതൊരു റെഡ് ഫ്ലാഗ് ആണ്. ബട്ട് അറ്റ് ദ സെയിം ടൈം ഞാൻ ഒരു കാര്യം കൂടെ പറയാം. ഞാൻ എക്സ്പെക്റ്റ് ചെയ്തിരുന്നു ഒരു ഹെൽത്തി കറക്ഷൻ. കാര്യം മാർക്കറ്റിൽ തീർച്ചയായിട്ടും എന്താ പറയുക, ഒരു ഭേദപ്പെട്ട പുൾ ബാക്ക് റാലി നടന്നു. അതിനുശേഷം ഒരു സ്ഥലത്ത് വെച്ച് ഈ പറഞ്ഞ പോലെ H1B വിസയുടെ ഒരു ഷോക്ക് വന്നു. ട്രേഡ് ടാരിഫിൻ്റെ ടോക്ക് വേണ്ട രീതിയിൽ പോകുന്നില്ല എന്നുള്ളൊരു ന്യൂസുകൾ വന്നു. ഇതൊക്കെ കാരണം തന്നെ, അത് മാത്രമല്ല മാർക്കറ്റ് ഒരു പുൾ ബാക്ക് റാലി നടന്നത് കാരണം, അതായത് പല ഇൻഗ്രീഡിയൻസും നമ്മളെ കാണിച്ചത് മാർക്കറ്റ് ഒരു ചെറിയൊരു കറക്ഷനിലേക്ക് പോയേക്കാം എന്നാണ്. ആ കറക്ഷൻ അതേപോലെ സംഭവിച്ചു. നമ്മൾ അതിനകത്ത് ക്രെഡിറ്റ് എടുക്കാൻ വേണ്ടിയിട്ടല്ല പറയുന്നത്. കാര്യം ഞാനും ഇതിനകത്ത് എഫക്റ്റഡ് പാർട്ടിയാണെന്നുള്ള. ഐ ആം ഓൾസോ 100% ഇൻവെസ്റ്റഡ് ഇൻ ദിസ്. ബട്ട് ഇറ്റ് സീംസ് ലൈക്ക് ഒരു ചെറിയ ഒരു ഹെൽത്തി കറക്ഷൻ എന്ന് പറയുന്നത് ഞാൻ ഒന്നുകൂടി മാറ്റിയിരിക്കുന്നു, ഹെൽത്തി അല്ലാത്ത രീതിയിലേക്ക് പോകുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇപ്പോൾ മാർക്കറ്റ് കാണിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ കുറച്ചുകൂടി നമ്മൾ ഒന്നുകൂടി മാർക്കറ്റിനെ ആലോചിക്കേണ്ട കാര്യമുണ്ട്. ഞാനൊരു ഷോർട്ട് ടേം രീതിയിലാണ് പറഞ്ഞു കേട്ടോ, ഒരു ലോങ്ങർ ടേം ട്രെൻഡ് എന്നല്ല ഞാൻ പറഞ്ഞത്. ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാളും അപ്പുറത്തേക്ക് ഇന്നത്തെയും ഫോളും കൂടി പോയതോടുകൂടി ഞാൻ ഒന്ന് വാച്ച്ഫുൾ ആണ് മാർക്കറ്റ് എന്ന് പറഞ്ഞ് ഞാൻ ക്യാഷിലേക്ക് പോകുന്നു, അങ്ങനെയല്ല അർത്ഥം പറഞ്ഞേക്കുന്നത്. ഞാൻ കോഷ്യസ് ഓപ്റ്റിമിസം ഒന്നുകൂടെ സ്ട്രെങ്തൻ ചെയ്ത് പറഞ്ഞിരിക്കുന്നു. ഇപ്പോഴും ആ ചേഞ്ച് ഓഫ് ആറ്റിറ്റ്യൂഡ് ഇൻ മാർക്കറ്റ്സ് വന്നിട്ടില്ല എനിക്ക് എന്നുള്ളതാണ്. അപ്പോൾ ഞാനൊരു ഹെൽത്തി കറക്ഷൻ പ്രതീക്ഷിച്ചതിനെക്കാട്ടിലും കൂടുതൽ ഇന്നലെ കൊണ്ടും ഇന്നും കൊണ്ട് പോകുന്നു. എന്താണുള്ള കാരണം എന്നുള്ളത് നമുക്ക് മേ ബി ഈ വീക്കെൻഡോടുകൂടി അല്ലെങ്കിൽ അടുത്ത വീക്ക് തുടങ്ങുമ്പോഴേ നമുക്കൊന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ആ ഒരു എന്താ പറയുക, ഒരു ഡിസ്ക്ലോഷർ അല്ലെങ്കിൽ ഡിസ്ക്ലൈമർ വെച്ചിട്ട് നമുക്ക് ഇന്നത്തെ പരിപാടികൾ തുടങ്ങാം. നമുക്ക് ആദ്യം തന്നെ US മാർക്കറ്റിൻ്റെ ഹാൻഡ് ഓവറിലേക്ക് പോകാം. ഇന്ന് ഹാൻഡ് ഓവർ നമുക്ക് നോക്കുകയാണെങ്കിൽ US സ്റ്റോക്സ് മോസ്റ്റ്ലി ഇൻ റെഡ് ആയിരുന്നു. ഇപ്പോൾ റെഡ് ആവാനുള്ള കാര്യമാണ് വളരെ ആശ്ചര്യകരമായിട്ടുള്ള കാര്യം. അതായത് നല്ല എക്കണോമിക് ഡേറ്റ വന്നത് കാരണമാണ് അമേരിക്കയിൽ മാർക്കറ്റ് ഡൗൺ ആയെന്നുള്ളതാണ്. അതായത് നമ്മളിപ്പോൾ നോക്കുകയാണെങ്കിൽ ഡൗ ജോൺസ് 0.38% ഡൗൺ ആയിരുന്നു, നാസ്ഡാക്ക് 0.5% ഡൗൺ ആയിരുന്നു, S&P 500 0.5% ഡൗൺ ആയിരുന്നു. എന്തായിരുന്നു ഡൗൺ ആവാനുള്ള കാരണം? നല്ല ബെറ്റർ എക്കണോമിക് ഡേറ്റ അമേരിക്കയിൽ വന്നു. ബെറ്റർ എക്കണോമിക് ഡേറ്റ വരുമ്പോൾ ഉള്ള നെഗറ്റീവ് എന്താണ് മാർക്കറ്റിന്?
റേറ്റ് കട്ട് വരാൻ സാധ്യതയില്ല എന്നുള്ളതാണ് മാർക്കറ്റ് മനസ്സിലാക്കുന്നത്. റേറ്റ് കട്ട് വരില്ല എന്നല്ല വരാനുള്ള സാധ്യത കുറഞ്ഞിരിക്കുന്നു. കാര്യം ഇനി എന്തിനാണ് ശരിക്കും പറഞ്ഞാൽ US റേറ്റ് കട്ട് ചെയ്യേണ്ടത്? അതായത് രണ്ട് കാര്യങ്ങളാണ് അവിടുത്തെ ഏതൊരു ഫെഡും അല്ലെങ്കിൽ ഏതൊരു സെൻട്രൽ ബാങ്കിൻ്റെയും, ഇന്ത്യയിൽ RBI ആണെങ്കിൽ അവർക്കുള്ള മാൻഡേറ്റ് എന്താ? നമ്മളെ സംബന്ധിച്ച് ഇൻഫ്ലേഷൻ പിടിച്ചു കെട്ടുക, അല്ലെങ്കിൽ സെൻട്രൽ ബാങ്കിനെ സംബന്ധിച്ച് ഇൻഫ്ലേഷൻ പിടിച്ചു കിട്ടുക, രണ്ടാമത് ഗ്രോത്ത് ഇല്ലെങ്കിൽ ഗ്രോത്ത് ട്രിഗർ ചെയ്യാം. ഇപ്പോൾ ഇവരെ സംബന്ധിച്ച് ഗ്രോത്ത് ഇല്ലെങ്കിൽ ഗ്രോത്ത് ട്രിഗർ ചെയ്യാൻ വേണ്ടിയിട്ട് ഗ്രോത്ത് ഉണ്ട്, നല്ല എക്കണോമിക് ഡേറ്റയാണ് കാണിക്കുന്നത്. എന്നാൽ ഇൻഫ്ലേഷനോ ചെറിയ രീതിയിൽ ഇൻഫ്ലേഷൻ ഉണ്ട്. അപ്പോൾ ഇൻഫ്ലേഷൻ ഉള്ളത് കാരണം ഇൻട്രസ്റ്റ് റേറ്റ് കുറയ്ക്കേണ്ട ആവശ്യമില്ല, ഗ്രോത്ത് ഉള്ളത് കാരണം ഇൻട്രസ്റ്റ് റേറ്റ് കുറയ്ക്കേണ്ട കാര്യമില്ല എന്നുള്ള രീതിയിലേക്ക് മാർക്കറ്റ് അതിനെ അണ്ടർസ്റ്റാൻഡ് ചെയ്തെടുക്കുന്നതുകൊണ്ടായിരിക്കണം ഒരു പക്ഷേ US മാർക്കറ്റ് നെഗറ്റീവായിട്ട് ഇന്നലെ ക്ലോസ് ചെയ്തതെന്നുള്ള. ഇപ്പം നമുക്ക് US വന്ന ഡേറ്റാസ് നമുക്ക് നോക്കാം. ഒന്ന്, ജോബ് ഡേറ്റ. ഈ ജോബ് ഡേറ്റ എന്ന് പറയുന്ന കാര്യം വീക്ക്ലി ജോബ്ലെസ് ക്ലെയിംസ് ഡ്രോപ്പ്, ശരിക്കും പറഞ്ഞ ഒരു ഡ്രോപ്പാണ് വന്നത്. 2,18,000 ആയിരിക്കുന്നു എന്നുള്ളതാണ്. അതായത് 2,32,000 നിന്നും 2,18,000 ഡ്രോപ്പ് ചെയ്തിരിക്കുന്നത്. അത് മാത്രമല്ല, ആ എക്കണോമിസ്റ്റുകൾ എക്സ്പെക്റ്റ് ചെയ്തതിനെക്കാട്ടിലും ബെറ്റർ ഫിഗേഴ്സാണ് കൊണ്ടുവന്നതെന്നുള്ള. അതായത് ജോബ്ലെസ് ക്ലെയിംസ് ഞാൻ എൻ്റെ പ്രത്യേകത എന്നറിയോ? ഈ ജോബ്ലെസ് ക്ലെയിംസ് ഡേറ്റ എല്ലാ വീക്കും പുറത്തു വിടുന്ന ഒരു ഡേറ്റയാണ്. അത് കമ്പൈൽ ചെയ്യുന്നത് സ്റ്റേറ്റിൻ്റെ അൺഎംപ്ലോയ്മെൻറ്റ് ഏജൻസിയാണ്. അതായത് US സ്റ്റേറ്റിൻ്റെ അൺഎംപ്ലോയ്മെൻറ്റ് ഏജൻസിയാണ് ഈ ഡേറ്റ കളക്ട് ചെയ്യുന്നത്. എന്നാൽ ഇത് റിപ്പോർട്ട് ചെയ്യുന്നത് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ലേബർ. അപ്പോൾ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ലേബറിൻ്റെ കീഴിലാണ് സ്റ്റേറ്റ് അൺഎംപ്ലോയ്മെൻറ്റ് ഏജൻസി. അവർ ഈ ഡേറ്റ കളക്ട് ചെയ്യുന്നു, ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ലേബർ ഇതിനെ പുറത്തു വിടുന്നു. വീക്കിലിയാണ് ഇതിൻ്റെ ഫിഗേഴ്സ് വരുന്നത്. അപ്പോൾ ജോബ്ലെസ് ക്ലെയിംസ് എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളാണ്. അതായത് രണ്ട് കാര്യങ്ങൾ അതിനകത്തുള്ളത്. ഒന്നെന്ന് പറഞ്ഞാൽ ഇനിഷ്യൽ ക്ലെയിംസ് എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് ജോലിയില്ല, ആ ജോലിയില്ലാത്ത ആൾ ഈ അൺഎംപ്ലോയ്മെൻറ്റ് ബെനിഫിറ്റിന് വേണ്ടിയിട്ട് ക്ലെയിം ചെയ്യുന്നു. അതായത് എനിക്ക് എംപ്ലോയ്മെൻ്റ് ഇല്ല, എനിക്ക് ബെനിഫിറ്റ് തരണം എന്ന് പറഞ്ഞ് നമ്മൾ US ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ലേബറിന് നമ്മൾ ക്ലെയിം ചെയ്യുന്നു. ഇത് ആദ്യമായിട്ട് ക്ലെയിം ചെയ്യുന്നവരുടെ ഡേറ്റ ഒന്ന്, അതിനെയാണ് നമ്മൾ ഇനിഷ്യൽ ക്ലെയിംസ് എന്ന് പറയുന്നത്. അതായത് ഫസ്റ്റ് ടൈം, അതായത് ആദ്യമായിട്ട് ജോബ്ലെസ്നെസ് എക്സ്പീരിയൻസ് ചെയ്യുന്ന ആൾക്കാർ ക്ലെയിം ചെയ്യുന്ന ബെനിഫിറ്റിൻ്റെ ഡേറ്റയാണ് നമ്മൾ ഈ പറയുന്നത് ഇനിഷ്യൽ ക്ലെയിംസ്. രണ്ടാമതെന്ന് പറഞ്ഞാൽ കണ്ടിന്യൂയിങ് ക്ലെയിംസ് എന്ന് വെച്ചാൽ എനിക്ക് ജോലി ഇല്ലായിരുന്നു, ആ ജോബ്ലെസ്നെസ് കാരണം എനിക്ക് അൺഎംപ്ലോയ്മെൻറ്റ് ബെനിഫിറ്റ്സ് വേണം എന്ന് പറഞ്ഞ് 2-3 ആഴ്ചയായിട്ട് ഞാൻ ഓൾറെഡി ഫയൽ ചെയ്തിട്ടുണ്ട്. ഈ ആഴ്ചയും ഞാൻ ഫയൽ ചെയ്തു. അതായത് ഐ കണ്ടിന്യൂ ടു ബി ജോബ്ലെസ് എന്നുള്ളതാണ് അത് കാണിക്കുന്നത്. അപ്പോൾ ഇനിഷ്യലായിട്ടുള്ള ക്ലെയിംസും ഉണ്ട്, കണ്ടിന്യൂവേഷൻ ക്ലെയിംസും ഉണ്ട്. ഇതാണ് നമ്മൾ ടോട്ടലി ഒരു ജോബ്ലെസ് ക്ലെയിംസ് ആയിട്ട് നമ്മൾ പറയുന്നതെന്നുള്ള. അത് എക്സ്പെക്ട് ചെയ്തതിനേക്കാളും ബെറ്റർ ഡേറ്റ ആയിരുന്നു, ഇതിന് മുമ്പത്തെ ഡേറ്റയെക്കാട്ടിലും ബെറ്റർ ആയിരുന്നു എന്നുള്ളത് US എക്കണോമിയെ സംബന്ധിച്ച് പോസിറ്റീവായിട്ടുള്ളൊരു ഡേറ്റയാണ്. രണ്ടാമത്തെ കാര്യം അവരുടെ GDP ഗ്രോത്ത് ആണ്. അവരുടെ തേർഡ് ക്വാർട്ടർ GDP ഗ്രോത്ത് ഓൾസോ റിവൈസ്ഡ് ഹയർ. അവർ റിവൈസ്ഡ് ഹയർ എന്ന് പറഞ്ഞാൽ എസ്റ്റിമേറ്റ് 3.3 ആയിരുന്നെങ്കിൽ അതിനെ റിവൈസ് ചെയ്തിട്ട് 3.8% ആയിട്ട് ഉയർത്തി എന്ന് പറയുന്നത് തീർച്ചയായിട്ടും US എക്കണോമിയെ സംബന്ധിച്ച് വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഈ രണ്ട് ഡേറ്റ വന്നതോടുകൂടി തന്നെ US മാർക്കറ്റ് ടോട്ടലി വിശ്വസിക്കുന്നത് ഇനി ഒരു റേറ്റ് കട്ടിൻ്റെ ആവശ്യമില്ലല്ലോ എന്നുള്ളതാണ്. അതുമാത്രമല്ല, ഇപ്പോൾ FOMC മീറ്റ് അടുത്ത കാലത്ത് കഴിഞ്ഞല്ലോ, അതിനുശേഷം പല ഗവർണേഴ്സും, അതായത് ഫെഡിലെ പല റെപ്രസെൻറ്റേറ്റീവ്സിൻ്റെയും ഡെലിഗേറ്റ്സിൻ്റെയും ഡിപ്ലോമാറ്റ്സിൻ്റെയൊക്കെ സംസാരങ്ങൾ, ടോക്കൊക്കെ പല വേദികളിൽ വന്നപ്പോൾ എക്സെപ്റ്റ് സ്റ്റീഫൻ മിറാൻ ഹൂ മെയ്ഡ് എ ഡിസെൻറ്റ് വോട്ട് ആൻഡ് made a claim for 50 basis points rate cut, who is also a Trump's man, ഒഴിച്ച് ബാക്കി എല്ലാവരും കോഷ്യസ് സ്റ്റാൻഡാണ് സംസാരിച്ചിരുന്നത് എന്നുള്ള. അപ്പോൾ അവരുടെ കോഷ്യസ് സ്റ്റാൻഡ് പ്ലസ് US എക്കണോമിയിലെ ബെറ്റർ ഡേറ്റയും കൂടെ ആയപ്പോൾ US മാർക്കറ്റ് വിശ്വസിക്കുന്നത് റേറ്റ് കട്ട് ഉണ്ടാവില്ല എന്നുള്ളതാണ്. ബട്ട് നമുക്കറിയില്ല, ഇത് ജസ്റ്റ് എക്സ്പെക്ടേഷൻസ് മാത്രമാണ്. കാര്യം എക്സ്പെക്ടേഷൻസും ഇമോഷൻസും ആണല്ലോ മാർക്കറ്റിനെ ഡ്രൈവ് ചെയ്യുന്നത്. സോ ദാറ്റ് ഈസ് എൻ ഇൻ്റഗ്രൽ പാർട്ട്. ഇതൊന്നും ലോകത്തിൻ്റെ അവസാനമല്ല. ഇറ്റ് മേ ബി എ 1 day affair or a 2 day affair or a 1 week affair or a 1 month affair and the market will change its course എന്നുള്ള കാര്യം നമുക്ക് നന്നായിട്ട് അറിയാമെന്നുള്ള. ഇപ്പം നമ്മൾ 10-year ബോണ്ട് ഈൽഡ് നമ്മൾ നോക്കുകയാണെങ്കിൽ 4.17%, അതായത് ചെറുതായിട്ടൊന്ന് റിസീഡ് ചെയ്യുന്നുണ്ട്. കാര്യം എനിക്ക് തോന്നുന്നു ഈ ജോബ്ലെസ് ക്ലെയിംസും ഈ ജോബ്ലെസ് ക്ലെയിംസ് ഡേറ്റയും GDP ഗ്രോത്തൊക്കെ വന്നതനുസരിച്ചിട്ടായിരിക്കണം അതങ്ങനെ പെരുമാറുന്നത്. ഓയിൽ സ്റ്റഡി ആയിട്ടാണ് കാണപ്പെടുന്നത്. സ്ട്രോങ് എക്കണോമിക് ഡേറ്റ അതിനൊരു കാരണം തന്നെ ആയിരിക്കാം. ബ്രന്റ് ക്രൂഡ് $69 per ബാരലിൽ തന്നെ നിൽക്കുന്നു.
പിന്നെ ജാസ്മിൻ പറഞ്ഞ പോലെ ദ ബിഗ് ന്യൂസ് ആഫ്റ്റർ ഓൾ ഫ്രം ദ ബിഗ് മാൻ ഇസ് ഓൾവേസ് ദ US പ്രസിഡന്റ് ആൻഡ് ഹിസ് നെയിം ഈസ് ഡൊണാൾഡ് ട്രംപ് അല്ലേ. വീണ്ടും സ്ലൂ ഓഫ് ടാരിഫ്സ്, ഒരു എന്താ പറയുക, ഒരു സുനാമി ഓഫ് ടാരിഫ്സ് അടിച്ചു വിട്ടിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ രാവിലെ എണീറ്റ് നോക്കിയപ്പോൾ ഒന്ന് മാത്രമല്ല, ഒരു 4-5 എണ്ണം കണ്ടു എന്നുള്ള. അപ്പോൾ അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് ശരിക്കും പറഞ്ഞാൽ ജാസ്മിൻ പറഞ്ഞ പോലെ തന്നെയാണ് 100% ടാരിഫ് ഓൺ ഫാർമസ്യൂട്ടിക്കൽസ് ബ്രാൻഡഡ് ഓർ പേറ്റന്റഡ് അൺലെസ് എ ഫാർമ കമ്പനി. അതായത് എന്തുകൊണ്ടാണ് 100%? ഈ ഒരു ഫാർമ കമ്പനിക്ക് അമേരിക്കയിൽ പ്രൊഡക്ഷൻ ഫെസിലിറ്റി ഇല്ലെങ്കിലോ ആ പ്രൊഡക്ഷൻ ഫെസിലിറ്റി അവർ ഡിഫൈൻ ചെയ്യണമെന്നറിയോ, ഒന്നില്ലെങ്കിൽ അണ്ടർ കൺസ്ട്രക്ഷൻ അല്ലെങ്കിൽ ഗ്രൗണ്ട് ബ്രേക്കിംഗ്. അങ്ങനെ 2 വാക്ക്, അണ്ടർ കൺസ്ട്രക്ഷൻ, ഗ്രൗണ്ട് ബ്രേക്കിംഗ്, അങ്ങനെ 2 വാക്കുകളാണ്. ഇത് അവർക്ക് ഇല്ല എന്നുണ്ടെങ്കിൽ, അതായത് അമേരിക്കയിൽ ഇനി അവർ മാനുഫാക്ചർ ചെയ്യാൻ ഉദ്ദേശമില്ല എന്നുണ്ടെങ്കിൽ അവരുടെ പ്രോഡക്ട്സിന് 100% ടാരിഫ്. അതാണ് ഇപ്പോൾ വച്ചിരിക്കുന്ന ഒരു പോയിന്റ്. രണ്ടാമത് കിച്ചൺ ക്യാബിനറ്റിന് 50% ടാരിഫ്. പിന്നെ ബാത്റൂം വാനിറ്റീസ് ആൻഡ് റിലേറ്റഡ് പ്രോഡക്ട്സിന് 50% ടാരിഫ്. 30% ടാരിഫ് ഓൺ അപ്പോൾസേർഡ് ഫർണിച്ചർ. 25% ടാരിഫ് ഓൺ ഹെവി ട്രക്സ്. ഇതാണ് നമ്മൾ നോക്കുമ്പോൾ മേജർ ആയിട്ടുള്ള ടാരിഫ് ഇന്നലെ അവിടെ, അതായത് നമുക്ക് ഇന്ന് വെളുപ്പിന് നമുക്ക് കിട്ടിയിരിക്കുന്നത് എന്നുള്ള. അപ്പോൾ ബേസിക്കലി അവർ പറയുന്ന ഒരു കാര്യം വെച്ചാൽ, ഇഫ് യു ഡോണ്ട് മേക്ക് ഇൻ അമേരിക്ക യു വിൽ ഫേസ് ടാരിഫ് എന്നുള്ള രീതിയിലാണ് മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ എന്ന് പറയുന്ന തീമിലേക്കാണ് കാര്യങ്ങൾ വരുന്നതെന്നാണ്. അപ്പോൾ ബിൽഡ് ഇൻ അമേരിക്ക, നമ്മൾ ഇപ്പോൾ മേക്ക് ഇൻ ഇന്ത്യ പറയുന്നില്ലേ, അതേപോലെ തന്നെ നമ്മൾ അതിനെ കണക്കാക്കിയാൽ മതി എന്നുള്ളതാണ്. അപ്പോൾ ടാരിഫ് വന്നിരിക്കുന്നു. അപ്പോൾ ഈ മെൻഷൻ ചെയ്ത കാര്യങ്ങളിൽ ഏതൊക്കെ ടാരിഫാണ് ഇന്ത്യ ഇമ്പാക്റ്റ് ചെയ്യണോ പോകുന്നത് എന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. നമുക്കറിയാം, നമ്മൾ ഇന്ത്യയെ സംബന്ധിച്ച് US-ലേക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എക്സ്പോർട്ടിംഗ് കമ്പോണൻസ് നമ്മൾ പറഞ്ഞിരുന്നത് US-ലേക്ക് നമ്മൾ കൊടുത്തുവരുന്ന സോഫ്റ്റ്വെയർ എക്സ്പോർട്ട്സും പിന്നെ ഫാർമ എക്സ്പോർട്ട്സ് ആണെന്നുള്ളത് നമുക്ക് നന്നായിട്ട് അറിയാം. സോഫ്റ്റ്വെയർ എക്സ്പോർട്ട്സിൻ്റെ കാര്യം നമ്മൾ പലപ്പോഴായിട്ട് 2 ആഴ്ചയായിട്ട് സംസാരിച്ചു. H1B വിസ വന്നപ്പോൾ വളരെ എക്സോസ്റ്റീവായിട്ട് നമുക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസിമിനേറ്റ് ചെയ്ത് പുറത്ത് വിട്ടതാണ്. ഇനിയിപ്പോൾ ഉണ്ടായിരുന്നത് ഫാർമ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ ഫാർമയ്ക്കും കൂടി വന്നിരിക്കുന്നു. എങ്ങനെയാണ് ഇന്ത്യൻ കമ്പനീസിനെ ഇത് അഫക്റ്റ് ചെയ്യണമെന്നുള്ളത് നമുക്ക് ചെറിയ ബ്രീഫായിട്ട് ഇന്ന് ഓപ്പണിംഗ് ഇതിൽ തന്നെ നമുക്ക് നോക്കാമെന്നല്ല. ഇപ്പോൾ ഇന്ത്യയുടെ ഫാർമസ്യൂട്ടിക്കൽ എക്സ്പോർട്ട്സ് ടു US നമ്മൾ നോക്കുകയാണെങ്കിൽ 2023-24, അതായത് കഴിഞ്ഞ കൊല്ലം നമ്മൾ ഏതാണ്ട് $27 ബില്യണാണ്. ഓക്കെ, ഈ $27 ബില്യണാണ് നമ്മൾ പൊതുവേ ഒരു ഫാർമ എക്സ്പോർട്ട് ടോട്ടലായിട്ട് ചെയ്തത്. ആ ടോട്ടൽ ഫാർമ എക്സ്പോർട്ട്സിൻ്റെ 31% US ആണെന്നുള്ള, അതായത് ഏതാണ്ട് $8.7 ബില്യൺ എക്സ്പോർട്ട് നമ്മൾ 2023-24 ചെയ്തിരിക്കുന്നു. നമ്മൾ 2024-25, അതായത് തൊട്ട് കഴിഞ്ഞ ഫിനാൻഷ്യൽ ഇയറിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ ടോട്ടൽ USD 30 ബില്യൺ ആണ് ഈ പറയുന്ന പോലെ ടോട്ടൽ ഫാർമ എക്സ്പോർട്ട്സ്. അതിൽ നമ്മൾ മേജറായിട്ട് എക്സ്പോർട്ട് ചെയ്യുന്നത് അമേരിക്ക തന്നെയാണ്. അമേരിക്ക തന്നെ ആയിരുന്നു, പല കൊല്ലങ്ങളായിട്ടും അമേരിക്ക തന്നെയായിരുന്നു. ലേറ്റസ്റ്റ് ഫിഗർ വെച്ചിട്ട് 30% ഓഫ് അവർ ടോട്ടൽ ഫാർമ എക്സ്പോർട്ട്സ് US-ലേക്കാണ്. ഇറ്റ് ഈസ് അമൗണ്ടിങ് ടു $10.5 ബില്യൺ. അതിന് മുമ്പത്തെ കൊല്ലം $8.7 ബില്യൺ ആയിരുന്നെങ്കിൽ ഇപ്പോൾ കഴിഞ്ഞ കൊല്ലം $10.5 ബില്യൺ ആയി. അതായത് പറഞ്ഞു വന്നത് വേറെ ഒന്നുമല്ല, അവർ ഫാർമ എക്സ്പോർട്ട്സ് is growing at a steady pace and Indian companies are making a good revenue and profit out of this US trade എന്നുള്ള കാര്യം നമ്മൾ ബേസ് ആയിട്ട് പറഞ്ഞു വയ്ക്കുന്നു. അപ്പോൾ ഇന്ത്യ ഹാസ് ഗോട്ട് സബ്സ്റ്റാൻഷ്യൽ എക്സ്പോർട്ട് ഇൻട്രസ്റ്റ് ഇൻ ഫാർമ പ്രോഡക്ട്സ് വിത്ത് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇനി നമ്മൾ ഇവിടുന്ന് എക്സ്പോർട്ട് ചെയ്യുന്ന കാര്യങ്ങളിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ എക്സ്പോർട്ട് ചെയ്യുന്നത്, അത് എത്രയൊക്കെ പെർസെൻറ്റേജ് ആണ് ടോട്ടൽ എക്സ്പോർട്ട്സിൻ്റെ, അതാണ് നമുക്കിനി കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഞാൻ വെളുപ്പിനിരുന്ന് ഞാൻ നോക്കിയത് കംപ്ലീറ്റ് ആ ഡീറ്റെയിൽ ആണെന്നുള്ളത്. അപ്പം നമ്മൾ US-ലേക്ക് എക്സ്പോർട്ട് ചെയ്യുന്നതിൽ 75% ഫോർമുലേഷൻ ആൻഡ് ബയോളജിക്സ് ആണ്. 75% ഫോർമുലേഷൻ ബയോളജിക്സ് ആണ്. അപ്പം നമ്മൾ കൂടുതലും സംസാരിക്കേണ്ടത് ഫോർമുലേഷൻ ആൻഡ് ബയോളജിക്സിനെ കുറിച്ചാണ്. അപ്പോൾ അതിനെ ഞാൻ മാറ്റി വയ്ക്കുന്നു. പിന്നെയൊക്കെ ചെറിയ കമ്പോണൻസ് ആണ്. ഇപ്പോൾ ചെറിയ കമ്പോണൻസിന് ബൾക്ക് ഡ്രഗ് ഇൻ്റർമീഡിയറീസ് ഒക്കെ 16%, വാക്സിൻസ് 4%, സർജിക്കൽ ആൻഡ് അതർ പ്രോഡക്ട്സ് ഒക്കെ ജസ്റ്റ് 5%. അപ്പോൾ ഞാൻ അത് അത്രയും മാറ്റി വെച്ചു. കാര്യം അതിനകത്ത് വലിയ ഇമ്പോർട്ടൻസ് ഒന്നുമില്ല. ആദ്യം പറഞ്ഞ പോയിന്റ് മാത്രം. ആദ്യം പറഞ്ഞ പോയിന്റ് എന്താ, ബയോളജിക്സ് ആൻഡ് ഫോർമുലേഷൻസ് ഫോം 70-75% ഓഫ് ടോട്ടൽ എക്സ്പോർട്ട്സ് ടു US. ബയോളജിക്കൽ ഫോർമുലേഷൻസ്, ഓക്കെ, ഫോർമുലേഷൻസ് ആൻഡ് ബയോളജിക്സ്, ഇതാണ് ഏറ്റവും കൂടുതൽ വരുന്നതെന്നുള്ളത്. ആ പാർട്ടിൻ്റെ എങ്ങനെയാണ് അത് ഡിവൈഡ് ചെയ്തിരിക്കുന്നത് നോക്കാം. അപ്പോൾ ആ 75% മാത്രമേ ഞാൻ സംസാരിക്കുന്നുള്ളൂ. അതാണ് ഏറ്റവും കൂടുതൽ ഇമ്പാക്റ്റ് വരാനെന്ന് നമ്മൾ പറയപ്പെടുന്നത്. അതിൻ്റെ എന്തൊക്കെയാണെന്ന് നോക്കാം. ആ 75%-ൽ ജനറിക്സ് ആണ് ബൾക്ക് ഓഫ് ദം. ജനറിക്സ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് ടാബ്ലറ്റ്, ക്യാപ്സ്യൂള്, സിറപ്പ്,
ഡയബറ്റീസിന് വേണ്ടിയിട്ട്, ഹൈപ്പർ ടെൻഷൻ BP വേണ്ടിയിട്ട്, ക്യാൻസറിന് വേണ്ടിയിട്ട്, പിന്നെ പെയിൻ റിലീഫുകൾ, ആൻറ്റിബയോട്ടിക്കുകൾ, ഈ വക സാധനങ്ങളെല്ലാം കൂടെ ചെയ്യുന്നതാണ് ജനറിക്. അതാണ് ബൾക്ക് ഓഫ് ദ എക്സ്പോർട്സ് എന്ന് പറയുന്നത്. പിന്നെ വരുന്നത് ബ്രാൻഡഡ് ആൻഡ് പേറ്റന്റഡ് എന്നുള്ളതാണ്. ഈ ബ്രാൻഡഡ് ആൻഡ് പേറ്റന്റഡ് എന്ന് പറയുന്നതാണ് രണ്ടാമത്തെ ഡിവിഷൻ. അവിടെ മീനിങ് ഫുൾ ആയിട്ട് ഇന്ത്യക്ക് ഇല്ല എന്നുള്ളതാണ്. അപ്പൊ ഇപ്പൊ ട്രംപ് വെച്ചിരിക്കുന്നത് എവിടെയാണ്? ബ്രാൻഡഡ് ആൻഡ് പേറ്റന്റഡിലാണ്. അത് ഇന്ത്യക്ക് വലിയ ഇമ്പോർട്ടൻസ് US എക്സ്പോർട്സിലില്ല. നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മൾ എക്സ്പോർട്ട് ചെയ്യുന്നത് ജനറിക് ഡ്രഗ്സ് ആണ് എന്നുള്ളതാണ് അതിനകത്തുള്ള ഫസ്റ്റ് ഡിഫറൻസ് ഒന്ന്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് എന്തുകൊണ്ടും ഞാനിത് സർപ്രൈസ്ഡ് ആണ് എന്നുള്ളൊരു ഇൻഫർമേഷൻ ഞാൻ പറയും. അപ്പം എന്താണ് ഈ ഫാർമ ടാരിഫ്? ഫാർമ ടാരിഫ് ഇപ്പോൾ ട്രംപ് പറഞ്ഞിരിക്കുന്നത് എവിടെയാണ് പറഞ്ഞത്? ബ്രാൻഡഡ് അഥവാ പേറ്റന്റഡ് ഡ്രഗ്സിനാണ് 100% പറഞ്ഞിരിക്കുന്നത്. അവിടെ ഇന്ത്യൻ കമ്പനീസിന് ഒരു മീനിങ് ഫുൾ ആയിട്ടുള്ള എക്സ്പോർട്സും US-ലേക്കില്ല. എന്നാൽ ഇന്ത്യ ചെയ്യുന്നത് ജനറിക്സ് ആണ് എന്നുള്ളതാണ് ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ അടിവര എന്ന് പറയുന്നൊരു കാര്യം. അപ്പോൾ നമുക്ക് ബേസിക്കലി നമ്മുടെ പ്രേക്ഷകരെ സംബന്ധിച്ച്, അല്ലെങ്കിൽ നമുക്ക് പൊതുവേ എല്ലാവർക്കും ഉള്ളൊരു സംശയം, എന്താണ് ഈ ബ്രാൻഡഡ് ഡ്രഗ്, എന്താണ് ജനറിക് ഡ്രഗ്, എന്താണ് ഇന്ത്യ ഇതിനകത്ത് ചെയ്യുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഇതിനകത്ത് വേറെ ഒന്നുമല്ല, വളരെ വലിയ ലാർജ് ഫാർമ കമ്പനീസായ ഫൈസർ, ഈ ഫൈസർ എന്ന് പറയുന്നത് അമേരിക്കൻ കമ്പനിയാണ്. പിന്നെ നമുക്കൊരു എക്സാമ്പിൾ നോക്കാം, നോവാർട്ടിസ് എന്ന് പറഞ്ഞാൽ സ്വിറ്റ്സർലൻഡ് ബേസ്ഡ് കമ്പനിയാണ്. പിന്നെ നമ്മൾ പേരുകൾ കേട്ട് കാണും, റോഷെ, എലി ലിലി എന്നൊക്കെ പറയുന്നതാണ് ഈ ബിഗ് ഫാർമ കമ്പനീസ് ഓഫ് ദ വേൾഡ്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ ഫൈസറിന് ഒരു പ്രോഡക്റ്റ് ഉണ്ട്, ലിപ്പിറ്റോർ. ആ ലിപ്പിറ്റോർ എന്ന് പറയുന്ന ഡ്രഗാണ്. അതല്ലാതെ വേറൊരു വലിയൊരു കമ്പനിയുണ്ട്, മെർക്ക്. ആ മെർക്കിനൊരു ഇതുണ്ട്, കീട്രൂഡ എന്നൊക്കെ പറയുന്ന ഡ്രഗുകളുണ്ട്. ഇതൊക്കെയാണ് ബേസിക്കലി പേറ്റന്റഡ് അഥവാ ബ്രാൻഡഡ് ഡ്രഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ പറയുന്ന പോലെ ഫൈസർ, നൊവാർട്ടിസ്, മെർക്ക്, റോഷെ, എലി ലിലി ഇവരൊക്കെയാണ് പേറ്റന്റഡ് ഡ്രഗ്സ് അമേരിക്കയിൽ ഉണ്ടാക്കുന്നത്. ടാബ്ലറ്റ്സിൻ്റെ പേരും ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾസ് മെൻഷൻ ചെയ്തു, കമ്പനികളുടെ പേരും മെൻഷൻ ചെയ്തു. ഇവരാണ് പേറ്റന്റഡ് ഡ്രഗ്സിൻ്റെ പ്ലെയർ. അതിൽ കൂടുതൽ കമ്പനികളും US തന്നെയാണ്. പിന്നെ കൂടുതലുള്ളതും യൂറോപ്യൻ ബേസ്ഡ് ആണ്. അതിൽ സ്വിറ്റ്സർലൻഡും ജർമ്മനിയുമാണ് അതിനകത്ത് കൂടുതലുള്ളതെന്നുള്ളത്. അപ്പോൾ ഇതാണ് പേറ്റന്റഡ് അഥവാ അല്ലെങ്കിൽ ബ്രാൻഡഡ് ഡ്രഗ്സ് കാറ്റഗറി എന്ന് പറയുന്നത്. എന്താണ് അതെന്ന് ചോദിച്ചാൽ വളരെ സിമ്പിളാണ്. അതായത് ഈ കമ്പനികളെയൊക്കെ നമ്മൾ പറയണത് എന്താണെന്നറിയോ? ഇന്നോവേറ്റർ കമ്പനീസ്. ഇന്നോവേറ്റർ കമ്പനീസ് ദ ബിഗ് ഫാർമ കമ്പനീസ്, ദ മാക്സ് 7 കമ്പനീസ് എന്നൊക്കെ നമ്മൾ നാസ്ഡാക്കിൽ പറയുന്ന പോലെ ദ ബിഗ് ഫാർമ കമ്പനീസ് ലൈക്ക് മെർക്ക്, നോവാർട്ടിസ്, റോഷെ, എലി ലിലി, പിന്നെ ഫൈസർ, ഇവരൊക്കെ ചെയ്യുന്ന ഇവരുടെ പേര് ഇന്നോവേറ്റർ കമ്പനീസ് എന്നാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവരാണ് ഒരു ഡ്രഗ് ഡിസ്കവർ ചെയ്ത് ഡെവലപ്പ് ചെയ്യുന്നത്. ഈ ഡ്രഗ് ഡിസ്കവർ ചെയ്ത് ഡെവലപ്പ് ചെയ്യുന്നതിനെയാണ് പറയുന്നത് ന്യൂ കെമിക്കൽ എൻറ്റിറ്റീസ് അഥവാ NCEs എന്ന് പറയും. അതായത് നമ്മൾ സിമ്പിൾ ഭാഷയിൽ നോക്കാം, ന്യൂ കെമിക്കൽ എൻറ്റിറ്റീസ് അല്ലെങ്കിൽ NCEs എന്ന് പറയുന്നത് നമ്മൾ ഇങ്ങനെ മനസ്സിലാക്കുക, ഒരു പുതിയ ഡ്രഗ് സിസ്റ്റത്തിലേക്ക് കൊണ്ടുവരുന്നത്. ദേ ഡിസ്കവർ ആൻഡ് ഡെവലപ്പ് ആൻഡ് ഇന്നോവേറ്റ് എ ന്യൂ ഡ്രഗ് ഇൻ ടു ദ മാർക്കറ്റ്. അപ്പോൾ അവർ ഇന്നോവേറ്റ് ചെയ്യാനായിട്ട് ഇതിന് ഒരുപാട് ചിലവുകളുണ്ട്. കാര്യം ഇവരാണ് ഒരു പുതിയതായിട്ടൊരു മരുന്ന്. ഇപ്പം നമ്മൾ പറയുന്നത് ലോകത്തിൽ ഡയബറ്റീസിന് മരുന്ന് കണ്ടുപിടിച്ചു, ലോകത്തിന് ക്യാൻസറിന് കണ്ടുപിടിച്ചു എന്നൊക്കെ പറയുന്നത് ഇന്നോവേറ്റർ കമ്പനീസാണ്. ആ ന്യൂസിനെ അങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആ ഇന്നോവേറ്റ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ അത് ഡിസ്കവർ ചെയ്ത് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ലാർജ് ഫാർമ കമ്പനീസിന് ഒരു കോസ്റ്റ് വരും. ആ കോസ്റ്റ് എന്ന് പറയുന്നത് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ഒരു കോസ്റ്റ് വരും. പിന്നെ അത് ക്ലിനിക്കൽ ട്രയൽ ചെയ്യണം. ട്രയൽ ചെയ്തതിന് ശേഷം അപ്രൂവ് ചെയ്തെടുക്കണം. അപ്രൂവ് ചെയ്തതിന് ഒരുപാട് കോസ്റ്റ് ഉണ്ട്, ലീഗൽ കോസ്റ്റ് ഉണ്ട്. ഇതെല്ലാം വളരെ ഹൈ ആണ്. അപ്പോൾ ഒരു കമ്പനി ഇത്രയും കാശ് മുടക്കി ഒരു പുതിയ ഒരു ഡ്രഗ് ഒരു അസുഖത്തിന് അല്ലെങ്കിൽ ഒരു എയിൽമെൻറ്റിന് കണ്ടുപിടിക്കുമ്പോൾ അങ്ങനെയുള്ള കമ്പനികളെ എൻകറേജ് ചെയ്യണം അമേരിക്കൻ മെഡിക്കൽ സിസ്റ്റം എന്നുണ്ടെങ്കിൽ ആ കമ്പനിക്ക് ബെനിഫിറ്റ് കൊടുക്കണം, അല്ലേ? എന്നാലല്ലേ ആ കമ്പനിക്ക് അവർക്ക് ആ കോസ്റ്റൊക്കെ റിക്കവർ ചെയ്തെടുക്കണ്ടേ? ആ റിക്കവർ ചെയ്ത് എടുക്കട്ട് ആ കമ്പനി പുതിയ പുതിയ ഡ്രഗ് ഡിസ്കവറിയിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഇവരെ എൻകറേജ് ചെയ്ത് ഇൻസെൻറ്റീവൈസ് ചെയ്ത് നിർത്തണം. അപ്പോൾ അമേരിക്കൻ ഗവൺമെൻറ് പറയണമെന്ന് വെച്ചാൽ, അമേരിക്കൻ റൂൾ എന്താണെന്ന് വെച്ചാൽ, നിങ്ങളൊരു ഇന്നോവേറ്റർ കമ്പനിയാണെന്ന് വിചാരിക്കുക. നിങ്ങളൊരു അസുഖത്തിന് ഒരു ഡ്രഗ് നിങ്ങൾ കണ്ടുപിടിക്കുന്നു എന്ന് വിചാരിക്കുക. നിങ്ങളുടെ കോസ്റ്റ് ഞങ്ങൾ മനസ്സിലാക്കുന്നു. ആ കോസ്റ്റ് റിക്കവർ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഈ ഇന്നോവേറ്റ് ചെയ്ത ഡ്രഗിന് പേറ്റൻറ്റ് തന്നിരിക്കുന്നു. ആ പേറ്റൻറ്റ് 20 കൊല്ലമൊക്കെയാണ്. ഈ 20 കൊല്ലവും നിങ്ങൾക്ക് മാത്രമേ ഇത് മാനുഫാക്ചർ ചെയ്ത് വിൽക്കാനുള്ള പെർമിഷൻ ഉള്ളൂ. അപ്പോൾ 20 കൊല്ലം കൊണ്ട് ഇവർ ഈ ഡ്രഗ് വിൽക്കുമ്പോൾ
ഇവർക്ക് ആ ഡ്രഗ് ഡിസ്കവർ ചെയ്തതിൻ്റെ കോസ്റ്റും ബാക്കി എല്ലാ കാര്യങ്ങളും ഇവർക്ക് മുതലാവുന്നു. 20 കൊല്ലം കഴിഞ്ഞാൽ പേറ്റൻറ്റ് മാറുന്നു. പേറ്റൻറ്റ് മാറിക്കഴിഞ്ഞാൽ ഈ ഡ്രഗിനെ പറയുന്നത് എന്താ? ജനറിക് ഡ്രഗ്. അതിനെ നമ്മൾ സിമ്പിളായിട്ട് മനസ്സിലായി, ജനറൽ ഡ്രഗ് എന്ന് നമ്മൾ ആലോചിക്കുക. ജനറലായിട്ട് ആർക്ക് വേണമെങ്കിലും ഉണ്ടാക്കാവുന്നത്. 20 കൊല്ലം ഇത് ഇന്നോവേറ്റ് ചെയ്ത കമ്പനിക്ക് തന്നെയാണ് ഇതിൻ്റെ പേറ്റൻറ്റ്. അപ്പോൾ ആ ഭാഗത്ത് ഇന്ത്യൻ കമ്പനി ഒന്നുമില്ല. നമ്മളെവിടെ വരുന്നത്? നമ്മൾ രണ്ടാമത്തെ ഷോയിലാണ് വന്നത്, ഇൻ്റർവെല്ലിന് ശേഷം. അതായത് എന്നാണോ ഇതിൻ്റെ പേറ്റൻറ്റ് 20 കൊല്ലം കഴിയുന്നത് അന്ന് മുതലാണ് നമ്മൾ അവിടെ എൻട്രി ചെയ്യണത്. അവിടെ ഇന്ത്യൻ ഫാർമ കമ്പനീസ് എന്ത് ചെയ്യും? അവരെന്താ ചെയ്യണമെന്ന് വെച്ചാൽ വൺസ് ദ പേറ്റൻറ്റ് ഫോർ ദാറ്റ് പെർട്ടിക്കുലർ ഡ്രഗ് എക്സ്പയർ ചെയ്ത് കഴിയുമ്പോൾ ഇന്ത്യൻ കമ്പനീസ് വിൽ ഫയൽ ഫോർ അബ്രിവേറ്റഡ് ന്യൂ ഡ്രഗ് ആപ്ലിക്കേഷൻ, അതായത് ANDA, അബ്രിവേറ്റഡ് ന്യൂ ഡ്രഗ് ആപ്ലിക്കേഷൻ നമ്മൾ ഫയൽ ചെയ്യുന്നു. ഫയൽ ചെയ്തിട്ട് എന്ത് ചെയ്യണം? ആ ഫയൽ ചെയ്യണം നമ്മൾ ആരാ? US FDA നമ്മൾ ഫയൽ ചെയ്യുന്നു. എന്തിനാ? ഇതിൻ്റെ ജനറിക് വേർഷൻ ഉണ്ടാക്കാൻ. നമ്മൾ ജനറിക് വേർഷൻ എന്ന് പറഞ്ഞാൽ സിമ്പിളായിട്ട് പറയാം, റെപ്ലിക്ക, കോപ്പി എന്നൊക്കെ പറയാം. അതായത് പേറ്റൻറ്റ് കഴിഞ്ഞു, ഇനി അത് ആർക്ക് വേണമെങ്കിലും ഉണ്ടാക്കാം എന്നുള്ള പ്രോഡക്റ്റ് ആകുമ്പോൾ നമ്മുടെ ഇന്ത്യൻ കമ്പനീസ് എൻ്റർ ചെയ്യുന്നു എന്നുള്ള. അപ്പോൾ അവിടെയാണ്, അതായത് നമ്മൾ എന്താ ഉണ്ടാക്കാൻ പോകുന്നത്? ബയോളജിക്കൽ ഇക്വലൻ്റ് ഓഫ് ദ ജനറിക് വേർഷൻ. ബയോളജിക്കൽ ജനറിക് വേർഷൻ, അതായത് ആ പാറ്റൻറ്റിൻ്റെ മാറി ബയോളജിക് ഇക്വലൻ്റ് ജനറിക് വേർഷൻ നമ്മൾ ഉണ്ടാക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. അതായത് ഓഫ് പേറ്റൻ്റ് ആയിരിക്കുന്നു എന്നുള്ള. അവിടെയാണ് നമ്മുടെ സൺഫാർമ, ഡോക്ടർ റെഡ്ഡി, സിപ്ല, ലൂപ്പിൻ, അരവിന്ദോ ഇവരെല്ലാവരും കൂടെ വന്ന് മേക്ക് ചെയ്യുന്നത് ജനറിക് ആണ് എന്നുള്ളതാണ്. അപ്പോൾ ഒരു ബ്ലോക്ക് ബസ്റ്റർ US ഡ്രഗ് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും വലിയ കമ്പനി ഏതെങ്കിലും കോമൺ ആയിട്ടുള്ള ഒരു അസുഖത്തിന്, ചിലപ്പോൾ വളരെ റിമോട്ടായിട്ടുള്ള അസുഖത്തിന് ഒരു ഡ്രഗ് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അതിനെ ബ്ലോക്ക് ബസ്റ്റർ ഡ്രഗ് എന്ന് പറയാൻ പറ്റില്ല. കാര്യം എൻ്റെ ഓപ്പർച്യൂണിറ്റി വളരെ ചെറുതാണ്. എന്നാൽ കോമൺ ആയിട്ടുള്ള ഒരു അസുഖത്തിന് ഒരു ഡ്രഗ് ഇന്നോവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് അവർ 20 കൊല്ലം പേറ്റൻറ്റിൻ്റെ ബെനിഫിറ്റ് അനുഭവിച്ചു കഴിഞ്ഞാൽ അങ്ങനത്തെ ബ്ലോക്ക് ബസ്റ്റർ ഡ്രഗിൻ്റെ ബയോ ഈക്വലൻ്റ് ജനറിക് വേർഷൻ വേണ്ടിയിട്ടാണ് ഇന്ത്യൻ ജനറിക് കമ്പനീസ് US FDA ആയിട്ട് ലൈസൻസ് അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ ഫയൽ ചെയ്യണേ എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ഒരു എക്സാമ്പിൾ നമ്മൾ നോക്കാം. എക്സാമ്പിൾ എന്ന് വെച്ചാൽ ഇനിയിപ്പോൾ എന്താണ് ഈ ജനറിക് വെർഷൻ്റെ ഇമ്പോർട്ടൻസ്, അതായത് ഒരു പേറ്റൻറ്റഡ് ഡ്രഗിൻ്റെ വിലയും ജനറിക് ഡ്രഗിൻ്റെ വിലയും എന്താണ് എന്നുള്ളതാണ് നമുക്ക് അറിയേണ്ടത്. അപ്പോൾ ഒരു പേറ്റൻറ്റഡ് ഡ്രഗ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമുക്കൊരു എക്സാമ്പിൾ എടുക്കാം. ഫൈസറിൻ്റെ ലിപ്പിറ്റോർ എന്ന് പറയുന്നത്, അതായത് അതൊരു കൊളസ്ട്രോൾ ഡ്രഗാണ്. ആറ്റോർവാസ്റ്റൈൻ ആ ഒരു കാറ്റഗറിയിലാണ്. ഞാൻ കൂടുതലും മെഡിക്കൽ കാര്യങ്ങൾ ഞാൻ അതിനകത്ത് പറയുന്നില്ല എന്നേ ഉള്ളൂ. അത് പേറ്റൻറ്റഡ് ആയിരിക്കുമ്പോൾ, അതായത് ജനറിക് ആവുന്നതിന് മുമ്പേ 20 കൊല്ലം ഇത് സെല്ല് ചെയ്യാൻ, ലിപ്പിറ്റോർ സെല്ല് ചെയ്യാൻ ഫൈസറിനാണല്ലോ അധികാരം. ആ സമയത്ത് ആ മെഡിസിൻ്റെ വില, ആ ഡ്രഗിൻ്റെ വില വളരെ വലുതായിരിക്കും. ഒരു 30-day സ്ട്രിപ്പിന് വരുന്ന വില $150 ആണ്. ആ പേറ്റൻറ്റഡ് കാലഘട്ടത്തിൽ അതിൻ്റെ വില $150 ആണ്. ആ 150ക്കാണ് ഈ ഇന്നോവേറ്റർ കമ്പനി 20 കൊല്ലം പേറ്റൻറ്റ് ഉപയോഗിച്ച് വിട്ടുകൊണ്ടിരിക്കുന്നത്. ആ വിട്ടുകൊണ്ടിരിക്കുമ്പോൾ ഇന്നോവേറ്റ് ചെയ്ത കമ്പനിക്ക് പ്രോഫിറ്റും കിട്ടുന്നു. അവർ R&D മറ്റുള്ള അപ്രൂവലിനൊക്കെ വേണ്ടിയിട്ട് ചിലവാക്കിയുള്ള കോസ്റ്റും റിക്കവർ ചെയ്തെടുക്കുന്നു. എന്തിനാ ബെനിഫിറ്റ് US ഗവൺമെൻറ് കൊടുക്കുന്നു? കാര്യം അങ്ങനെയുള്ളവരെ എൻകറേജ് ചെയ്താൽ മാത്രമേ അസുഖങ്ങൾക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് പുതിയ ഡ്രഗ് ഇന്നോവേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ, അല്ലേ? അപ്പോൾ ഒരു 30-day സ്ട്രിപ്പിൻ്റെ വില, പേറ്റൻറ്റ് ഡ്രഗിൻ്റെ വില $150 ആകുന്നു, അല്ലേ? 20 കൊല്ലം കഴിഞ്ഞത് ജനറിക് ആവുന്നു. ജനറിക് ആവുമ്പോൾ നമ്മുടെ കമ്പനികൾ പോയി അപ്ലൈ ചെയ്യുന്നു. സൺഫാർമയും ഡോക്ടർ റെഡ്ഡിയും ലൂപ്പിനും സണ്ണും ഒക്കെ പോയി ഇത് ജനറിക് ആക്കുന്നു. ആക്കി കഴിഞ്ഞപ്പോൾ $150 വിലയുള്ള സാധനം എത്ര രൂപയ്ക്കാണ് വിൽക്കുന്നതെന്നറിയോ? അതായത് ഏതാണ്ട് $6 $9 വയ്ക്കുന്നത്. അതായത് 90% ഡിസ്കൗണ്ടിനാണ് വിൽക്കുന്നത്. ആ ജനറിക്കാണ് നമ്മൾ ഉണ്ടാക്കുന്നത് എന്നുള്ള. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇന്ത്യൻ കമ്പനീസിന് ഈ പറയുന്ന ഈ ഡ്രഗിൻ്റെ അല്ലെങ്കിൽ ഈ ഫാർമസ്യൂട്ടിക്കൽസിന് ട്രംപ് പറഞ്ഞ 100% ടാരിഫ് നമ്മളെ വലുതായിട്ട് അഫക്റ്റ് ചെയ്യുന്നില്ല. ഇത് അഫക്റ്റ് ചെയ്യുന്നത് കൂടുതലും അമേരിക്കൻ കമ്പനീസിനെ നമുക്ക് മാറ്റിവെക്കാം. രണ്ടാമതുള്ളത് ഈ പറഞ്ഞ പോലെ യൂറോപ്യൻ, അതിൽ സ്വിറ്റ്സർലൻഡ്, ജർമ്മനി ആയിരിക്കാം. ഈ ടാരിഫ് കൂടുതലും വരുന്നത് അമേരിക്കൻ കമ്പനിക്കും യൂറോപ്യൻ കമ്പനിക്കും. ആൻഡ് ദോസ് കമ്പനീസ് ഹു ഡു നോട്ട് ഹാവ് എ മാനുഫാക്ചറിങ് ഫെസിലിറ്റി ഇൻ യുണൈറ്റഡ് സ്റ്റേറ്റ്സ്, ഇഫ് ദേ ആർ already under construction or in the groundbreaking path, they will not have tariff. അപ്പോൾ ഇതാണ് അതിനകത്ത് വന്നേക്കണേ. അതിൽ ഇന്ത്യൻ കമ്പനീസിന് എന്തിനാണ് ഇന്ന് നെഗറ്റീവ് ആയതെന്നുള്ളത് നമുക്ക് ഒരേ ഒരു റീസൺ അതിനകത്ത് പറയാനുള്ളൂ. അതായത് ഈസ് ദ മാർക്കറ്റ് ഫിയറിങ് ദ ജനറിക്സ് ഓൾസോ. അതായത് ഇതുവരെ ജനറിക്കിന് വന്നിട്ടില്ല, എന്നാൽ ഇനി ജനറിക്കിന് വരാൻ ചാൻസ് ഉണ്ടോ? ഇപ്പം നമ്മൾ പറയുന്നത് H1B വിസ എന്ന് പറയുന്നത്
ഇനിയുള്ള അതായത് ഫെബ്രുവരി 2026 മുതലുള്ള ലോട്ടറിയിലാണ് എഫക്റ്റ് ചെയ്യുന്നതെങ്കിലും ഇപ്പം ഉള്ളവർക്കില്ലെന്നും ഇപ്പം ഉള്ളവർ റിന്യൂവലിനില്ലെന്നും ഇപ്പം നാട്ടിലുള്ളവർ അങ്ങോട്ട് പോകുന്നവർക്കും ഈ ഫീസ് അടയ്ക്കേണ്ട എന്ന് പറയുമ്പോൾ പോലും നാളെ അത് വരുമോ എന്ന് പേടിച്ചാണ് ആ IT സ്റ്റോക്സിന് അടി കിട്ടിയെന്ന് പറയും പോലെ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ബ്രാൻഡഡ് ഡ്രഗ്സിന് മാത്രമാണ്, ജനറിക്കിൽ ഇല്ലെങ്കിൽ പോലും നാളെ അത് വരുമോ എന്നുള്ളൊരു പേടിയായിരിക്കണം എന്നുള്ളതാണ് അതിനകത്തുള്ളത്. നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്ന ആ ഒരു ഇടിവ് ഇപ്പോൾ ഫാർമയിൽ കാണുന്നില്ല, ഏതാണ്ട് റീബൗണ്ട് ചെയ്തിട്ടുണ്ട്. 2.53% നിന്ന് 1.6%ലേക്ക് ഫാർമ റീബൗണ്ട് ചെയ്തിട്ടുണ്ട്. ക്വൈറ്റ് ഓബ്വിയസ്. ഇപ്പോൾ മാർക്കറ്റിനത് ഏത് നിങ്ങൾ ഒരു അര ഗ്ലാസ് വെള്ളത്തിന് ഏത് ആംഗിളിൽ കാണുന്നു എന്നാണ്, ഹാഫ് എം ടി ആണോ ഹാഫ് ഫുൾ ആണോ എന്നുള്ളതാണ് മാർക്കറ്റ് കാണേണ്ടതെന്നുള്ള. ഐ സീ ദിസ് ആസ് എ ഹാഫ്, എന്താ പറയുക, ഹാഫ് ഫുൾ. ഇനിയും അത് നിറയാനുണ്ട്. സംടൈംസ് ഓപ്പർച്യൂണിറ്റി വിൽ കം എന്നാണ് കാര്യം. വി ലിവ് ഓൺ ഓപ്റ്റിമിസം അല്ലേ. ഒരിക്കലും മാർക്കറ്റും എക്കണോമിയൊന്നും നമ്മൾ വി വിൽ ബി ബെറ്റർ ദാൻ വാട്ട് വി ആർ അറ്റ് ദിസ് പോയിന്റ് ഓഫ് ടൈം ആഫ്റ്റർ 2 years. അത് യാതൊരു സംശയവും ഇല്ല എന്നുള്ള. അപ്പോൾ ആ ഒരു ഓപ്റ്റിമിസത്തിലാണ് നമ്മൾ പോകുന്നത്. ഇൻ ഹോപ്പ് വി ലിവ് എന്ന് പറയില്ലേ, അതാണ് നല്ല കാര്യം. പിന്നെ ഇനി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം എന്നറിയോ, ഈ ഇന്ത്യൻ കമ്പനീസ് ആണല്ലോ ഈ ജനറിക് ഉണ്ടാക്കണമെന്ന് പറഞ്ഞാൽ. ഈ ജനറിക് ഉണ്ടാക്കുമ്പോൾ ജനറിക് ഇത് ഭേദപ്പെട്ട ഒരു എന്താ പറയുക മാർജിൻ കിട്ടുന്ന ബിസിനസ്സാണ്. ഈ ജനറിക് ഉണ്ടാക്കിയാണ് നമ്മൾ അമേരിക്കയിലാക്കണം. പക്ഷേ ഈ ജനറിക് ഉണ്ടാക്കാൻ നമുക്ക് റോ മെറ്റീരിയൽസ് വേണം. ഈ റോ മെറ്റീരിയൽസിനെ നമ്മൾ പറയുന്നത് ആക്റ്റീവ് ഫാർമസ്യൂട്ടിക്കൽ ഇൻഗ്രീഡിയൻസ് എന്നാണ്. അതായത് API. ഈ APIs ആണ് നമ്മൾ ഇതിന് റോ മെറ്റീരിയൽ ആയിട്ട് ഈ ജനറിക് മെഡിസിൻസ് ഉണ്ടാക്കാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. ആ APIയുടെ ബൾക്ക് ഭാഗവും 60-70% നമ്മൾ പുറത്തുനിന്നാണ് ഇമ്പോർട്ട് ചെയ്യുന്നത്. അതായത് ഇന്ത്യ ഡിപ്പെൻഡ്സ് ഹെവിലി ഓൺ അതർ കൺട്രീസ് for importing of raw materials that is used in the manufacture of generic pharmaceuticals. And ഏത് കൺട്രിയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യുന്നത്? China again. 70% of our import of raw materials for this pharma industry comes from China and a few comes from Italy, ജർമ്മനി, സ്പെയിൻ. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ചൈനയെ ഡിപ്പെൻഡ് ചെയ്യുന്നു. അപ്പോൾ നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ, ഫാർമസ്യൂട്ടിക്കൽ വാല്യൂ ചെയിൻ അല്ലെങ്കിൽ സപ്ലൈ ചെയിൻ ഇന്ത്യയുടെ പോയിന്റിൽ ആലോചിച്ച് നോക്കുന്നു. ചൈനയിൽ നിന്ന് റോ മെറ്റീരിയൽ വന്നു, ഇന്ത്യ ഫോർമുലേഷൻസ് ഉണ്ടാക്കുന്നു, ജനറിക് ഫോർമുലേഷൻസ് ഉണ്ടാക്കുന്നു. ആ ഫോർമുലേഷൻസ് നമ്മൾ എക്സ്പോർട്ട് ചെയ്ത് US-ലേക്ക്. ഇതാണ് ആ ട്രേഡിൻ്റെ ചെയിൻ. ഞാൻ ഒരു ട്രേഡിൻ്റെ ചെയിനും കൂടെ പറയാം. US-ലേക്ക് ഇന്ത്യയിൽ നിന്ന് ഐഫോൺസ് എത്തുന്നു, ഇന്ത്യയിൽ ഇത് അസംബിൾ ചെയ്യുന്നു, കമ്പോണൻസ് വരുന്നത് ചൈന. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ, ഇന്ത്യ ഈസ് ജസ്റ്റ് ആൻ ഇനേബിളർ. ബട്ട് പലരും ഇന്നലെ നമ്മൾ അത് ചെയ്തപ്പോൾ ഓരോരുത്തർ ചോദിച്ചു, സാർ അപ്പോൾ ഇൻഡയറക്ട്ലി പറഞ്ഞു വെക്കുന്നത് ഇന്ത്യ ഒരു ഡെഡ് എക്കണോമി ആണോ എന്നാണ്. ഓഫ് കോഴ്സ് അല്ല. ഞാൻ പറഞ്ഞില്ലേ, ഒരാൾക്ക് അസുഖം വന്നു എന്ന് പറഞ്ഞാൽ അത് ടെമ്പററി ആണ്, എന്നാൽ ഒരാൾ മരിച്ചു എന്ന് പറയുന്നത് ഡിഫറൻ്റ് ആണ്. അപ്പം നമ്മൾ വി മൈറ്റ് ബി ഓൺ എ ടെമ്പററി ഇൽ കണ്ടീഷൻ ബട്ട് വി ആർ നോട്ട് എ ഡെഡ് എക്കണോമി എന്നുള്ളതാണ് അതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഞാൻ പക്ഷെ പറയുന്ന ഒരേ ഒരു കാര്യമുള്ളൂ, നമ്മൾ 1991 മുതൽ സക്സസീവ് ഗവൺമെൻറ്റ്സ്, അതായത് നമ്മളിപ്പോൾ നോക്കുന്ന ഭരണപക്ഷത്തിലും പ്രതിപക്ഷത്തിലും ഒക്കെ മാറി ഇരുന്ന ഇന്ത്യൻ പാർലമെൻറ്റിലെ മേജർ എല്ലാ പാർട്ടികളും, അതായത് ദ എൻറ്റയർ പൊളിറ്റിക്കൽ സിസ്റ്റം 1990-ക്ക് ശേഷം ഇന്ത്യയിൽ പലപ്പോഴായിട്ട് ഗവൺമെൻറ്റിൽ ഇരുന്നിട്ടുണ്ട്. ഓക്കെ, നമ്മൾ ഏതൊക്കെ പ്രൈം മിനിസ്റ്റർ വന്നിട്ടുണ്ട്? നരസിംഹറാവു വന്നിട്ടുണ്ട്, വാജ്പേയി വന്നിട്ടുണ്ട്, IK ഗുജറാൾ വന്നിട്ടുണ്ട്, ദേവഗൌഡ വന്നിട്ടുണ്ട്, ചന്ദ്രശേഖർ, ഇങ്ങനെ പലരും വന്നും മറിഞ്ഞും പോയി. ഇതാ ഇപ്പോൾ ശ്രീ നരേന്ദ്രമോദി. നമ്മൾ ഇവരോടെല്ലാം റെസ്പെക്റ്റ് ഉണ്ട്. പക്ഷേ ഞാൻ ഈ പറഞ്ഞ എല്ലാവരെയും അല്ലെങ്കിൽ ഈ എല്ലാ ഗവൺമെൻറ്റും നോക്കുമ്പോൾ ഇന്ത്യയിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും 90, 91 മുതൽ ഇന്ന് 2025 വരെ ഇന്ത്യ ഭരിച്ചിട്ടുണ്ട്. എന്നിട്ട് ഇന്ത്യയുടെ കണ്ടീഷനാണ് ഞാൻ ഈ പറയുന്നത്. അതായത് ചൈനയിൽ നിന്ന് സാധനമില്ലാതെ നമുക്ക് ഈ സാധനം ഉണ്ടാക്കി അങ്ങോട്ടേക്ക് വിടാൻ പറ്റില്ല എന്നുള്ളതാണ്. അപ്പോൾ അതാണ് ഇന്ത്യയുടെ പ്രത്യേകത. അത് കുറ്റമായിട്ട് കാണണ്ട. ദർ ഇസ് സ്കോപ്പ് ഫോർ ഇമ്പ്രൂവ്മെന്റ് അല്ലേ. നമ്മളും ഇത് പറഞ്ഞില്ല, കംപ്ലൈൻറ്റ് പറഞ്ഞുകൊണ്ട് നമുക്കൊന്നും കിട്ടില്ല. പിന്നെ എന്തുകൊണ്ടാണ് ഇന്ത്യൻ മാർക്കറ്റിൽ ഓപ്പർച്യൂണിറ്റി ഉള്ളത്? ഇന്ത്യൻ മാർക്കറ്റിൽ ഇനി ഇതെല്ലാം നികത്തി എടുക്കുന്നതാണ് നമ്മുടെ ഓപ്പർച്യൂണിറ്റി. എല്ലാ സാധനവും ക്ലീൻ ആയിട്ടുള്ള ഒരു എക്കണോമി ആണെങ്കിൽ പിന്നെ നമുക്ക് ഇതിനകത്ത് വലിയ ഓപ്പർച്യൂണിറ്റി ഒന്നുമില്ല. അപ്പം നമ്മളെ സംബന്ധിച്ച് വി ആർ സിറ്റിംഗ് ഇൻ ദ ഫ്രണ്ട് ഓഫ് ദ ബസ്സിൻ്റെ സീറ്റ്. നമുക്ക് ഇനിയും ഓപ്പർച്യൂണിറ്റി കിടപ്പുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഞാനിത് ഹാഫ് ഫുള്ളായിട്ടേ കാണുന്നുള്ളൂ, ദർ ഈസ് മോർ ടു ഗോ എന്നുള്ളത്. അപ്പോൾ ഇതാണ് അതിനകത്തുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് ഇന്ത്യൻ ഫാർമയുടെ പൊതുവേ ഉള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. ഇനി ഇന്ത്യ-US ട്രേഡ് ടോക്കാണ്. ഈ ഇന്ത്യ-US ട്രേഡ് ടോക്ക് പോസിറ്റീവ് രീതിയിൽ, അതായത് ഇന്ത്യൻ ഡെലിഗേറ്റ്സ് ഒക്കെ തിരിച്ചു വന്നു തുടങ്ങി എന്നുള്ള രാജേഷ് അഗർവാൾ, എനിക്ക് തോന്നുന്നു അദ്ദേഹമാണല്ലോ നമ്മുടെ ഇന്ത്യയുടെ ചീഫ് നെഗോഷിയേറ്റർ, അദ്ദേഹം ഇന്നലെ വന്നു. ട്രേഡ് ആൻഡ് കോമേഴ്സ് മിനിസ്റ്റർ പീയൂഷ് ഗോയൽ ഇന്ന് എത്തും എന്നാണ് മനസ്സിലായത്. നമുക്ക് ഈ പറയുന്ന പോലെ ട്രേഡ് ടോക്സ് പോസിറ്റീവ് ആണെന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. ഏതാണ്ട് ഒരു ഒക്ടോബർ അല്ലെങ്കിൽ എൻഡ് ഒക്ടോബർ അല്ലെങ്കിൽ മിഡ് നവംബറോടുകൂടി പോസിറ്റീവ് ന്യൂസ് വരും. അതൊരു കോംപ്രിഹെൻസീവ് രീതിയിലായിരിക്കും എന്നുള്ള രീതിയിലാണ്. ഞാൻ പറഞ്ഞല്ലോ, ഇന്ത്യ സ്മാർട്ടായിട്ടൊരു കളി കളിച്ചു. നമ്മൾ 2 ദിവസവും പറഞ്ഞിട്ടുണ്ട്. അതായത് ഈ ട്രംപ് എന്ന് പറയുന്ന വ്യക്തി ട്രാൻസാക്ഷൻ എന്ന് വെച്ചാൽ എന്തൊരു കാര്യം അദ്ദേഹത്തിൽ കൂടെ നടക്കണമെങ്കിലും അതിലൊരു ബിസിനസ് ഇൻട്രസ്റ്റ് കാണുന്നതാണ്. അങ്ങനത്തെ ആൾക്കാരാണ് ട്രംപിൻ്റെ ചുറ്റുമുള്ള US അഡ്മിനിസ്ട്രേഷൻ എക്കോസിസ്റ്റം എന്ന് പറയുന്നത്. 2 ബെയ്റ്റ് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അവർ കടിക്കോ ഇല്ലെന്ന് മാത്രം നോക്കിയാൽ മതി. ഒന്ന് എന്ന് പറയുന്നത്, നമ്മൾ
US-ൽ നിന്ന് കൂടുതൽ എനർജി അല്ലെങ്കിൽ ക്രൂഡ് മേടിക്കാൻ നമുക്ക് ചാൻസ് ഉണ്ട്. ഞങ്ങൾക്ക് ഡൈവേഴ്സിഫൈ ചെയ്യണം എന്നെന്താ സോഴ്സസ് ഒരുപാടാക്കണം. പല കൺട്രിയും ഡിപ്പെൻഡ് ചെയ്ത് നിന്നാൽ പോരാ. അതായത് ഇൻഡയറക്ട്ലി പറഞ്ഞ് ചിലപ്പോൾ റഷ്യയിൽ നിന്ന് കുറച്ച് നിങ്ങളുടെ ഇന്ന് കൂടുതൽ വാങ്ങിക്കാം, അമേരിക്കയ്ക്ക് സന്തോഷം തരുന്ന കാര്യം. രണ്ടാമത്, നമ്മുടെ ഇവിടെ വലിയ ന്യൂക്ലിയർ പവറിനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ടെന്ന് ആ ഒരു ബെയ്റ്റും കൂടി ഇരയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൽ US കയറി പിടിക്കുമോ നോക്കാം. ഏതായാലും ഇന്ത്യ അങ്ങനത്തെ രീതിയിലാണ് നെഗോഷിയേറ്റ് ചെയ്തിരിക്കുന്നത്. കാര്യം US എക്കണോമിക്ക് ബെനിഫിറ്റ് ആയ എന്ത് കാര്യവും US ചെയ്യാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ്. പിന്നെ ഇതിനകത്തൊരു കാര്യം, സബ് ടെക്സ്റ്റ് വായിച്ചു പോയതും ഇന്ന് ഫാർമയായിരിക്കും എല്ലാവരും സംസാരിക്കുന്നതെങ്കിലും ഇത് കൂടാതെ തന്നെ ഈ ട്രക്കിന്, ഹെവി ട്രക്സിന് 25% ടാരിഫ് വെച്ചിട്ടുണ്ട്. ഈ ഹെവി ട്രക്കിന് 25% ടാരിഫ് US അഡ്മിനിസ്ട്രേഷൻ വയ്ക്കുമ്പോൾ ഞാൻ നോക്കുമ്പോൾ ഈ അശോക് ലെയ്ലാൻഡൊന്നും വലിയ മീനിങ് ഫുൾ ആയിട്ടുള്ള എക്സ്പോർട്സ് US-ലില്ല. പിന്നെ രണ്ടാമത്തെ മേജർ ട്രക്കൊക്കെ ഉണ്ടാക്കുന്ന കമ്പനി ടാറ്റ മോട്ടോഴ്സ് ആണ്. ടാറ്റ മോട്ടോഴ്സിനും അങ്ങനെയൊന്നുമില്ല. ടാറ്റ മോട്ടോഴ്സിന്റെ JLR അഫക്റ്റഡ് ആണ്. അത് ബേസിക്കലി കാറും SUV സെഗ്മെന്റിലാണ് എന്നുള്ളതാണ്. 22% എൻ്റെ അറിവ് ശരിയാണെങ്കിൽ 22% ഓഫ് JLR US സെയിൽസ് ആണ്. അപ്പോൾ അതുകൊണ്ട് JLR-നെ അഫക്റ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ അത് ട്രക്കിനെ ബേസ് ചെയ്തിട്ടില്ല. ട്രക്കിനെ ബേസ് ചെയ്ത് അഫക്റ്റ് ചെയ്യുന്ന കമ്പനി ഭാരത് ഫോർജ് ആണ്. കാര്യം ഭാരത് ഫോർജിൻ്റെ 38% റവന്യൂവും US-ൽ നിന്നാണ്. കാര്യം ഇവരുണ്ടല്ലോ ഈ ക്ലാസ് 8 ട്രക്ക് അത് പലരും ഇപ്പോൾ ഒരുപാട് പേർക്ക് കമ്പോണന്റ് സപ്ലൈ ഉണ്ട് ഭാരത് ഫോർജ്. അതായത് കാറ്റർപില്ലർ, വോൾവോ, ജോൺ ഡീർ ഇവർക്കൊക്കെ സപ്ലൈ ചെയ്യുന്നുണ്ട്. ഇവരൊക്കെ ക്ലാസ് 8 ട്രക്സ് ആയിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. അതായത് എനിക്ക് തോന്നുന്ന ഒരു റഫ് കാൽക്കുലേഷനിൽ ഇവരുടെ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റിൽ, അതായത് എബിറ്റയുടെ 30% അഫക്റ്റ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട് ഭാരത് ഫോർജിന്. ഭാരത് ഫോർജ് സ്റ്റോക്ക് എന്ന് എങ്ങനെയാണെന്ന് അറിയില്ല, ബട്ട് ഞാൻ അതിൻ്റെ ഒരു ഫ്ലാറ്റ് ടു നെഗറ്റീവ് ആണ്. പക്ഷേ അതാണ് ഇതിനകത്ത് നെഗറ്റീവായിട്ടുള്ള കാര്യം, മോർ ദാൻ ഫാമ എന്നുള്ളതാണ്. അവിടെ ജസ്റ്റ് ഒന്ന് ഇൻവെസ്റ്റേഴ്സ് ഒന്ന് കോഷ്യസ് ആവുക എന്നുള്ള കാര്യം മാത്രമേ പറഞ്ഞു കിടക്കുന്നുള്ളൂ. പിന്നെ ഈ ഫാർമയുടെ കാര്യത്തിൽ ഒരു കാര്യം കൂടെ പറഞ്ഞു വയ്ക്കാം. ഇനി വേഴ്സ് കം വേഴ്സ് സിനാരിയോ വരികയാണെന്ന് വെച്ചോളൂ. ആണെങ്കിൽ തന്നെ ഇന്ത്യയിലെ പല ഫാർമ കമ്പനീസായ സൺ ഫാർമ, സിപ്ല ഇവർക്കൊക്കെ ഓൾറെഡി US ഫെസിലിറ്റീസ് ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് അത് വലിയ പ്രോബ്ലം ഇല്ല. പിന്നെ ഇനി ഇല്ലാത്തവരാണെങ്കിൽ അവിടെ ഈ ഗ്രൗണ്ട് ബ്രേക്കിംഗ് എന്ന് പറഞ്ഞ പരിപാടി, അതായത് ഗ്രൗണ്ട് ബ്രേക്കിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ തറക്കല്ലിടുക അല്ലെങ്കിൽ ഭൂമി പൂജ നടത്തുക എന്നൊക്കെ വിചാരിച്ചാൽ മതി. അത് വേണമെങ്കിൽ പെർ സെക്കൻഡ് ചെയ്യാനും പറ്റും. അപ്പോൾ അതുകൊണ്ട് ഇതൊന്നും വലിയ പ്രോബ്ലമായിട്ട് എനിക്ക് കാണുന്നില്ല. ജനറിക്കിന് വരാനും ചാൻസ് ഇല്ല എന്നാണ് തോന്നുന്നത്. കാര്യം ജനറിക്കിന് വന്നു കഴിഞ്ഞാൽ US-ൻ്റെ ഹെൽത്ത് കെയർ പ്രോഗ്രാം അവരുടെ വലിയൊരു സോഷ്യൽ സ്കീമാണത്. അതിനെ ഭയങ്കര രീതിയിൽ ജാസ്മിൻ നേരത്തെ പറഞ്ഞ പോലെ ഡ്രഗിൻ്റെ വില കൂടുകയാണെങ്കിൽ അത് അഫക്റ്റ് ചെയ്യും. അത് അടുത്ത കാലത്ത് വരാൻ ചാൻസ് ഇല്ല. അതായത് അതിനുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയതിന് ശേഷം മാത്രമേ ട്രംപ് ആ സ്വിച്ച് പിടിച്ച് തിരിക്കാനുള്ള ചാൻസ് ഉള്ളൂ. പൊടുന്നതിനെ അത് പിടിക്കാനുള്ള ചാൻസ് ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇതാണ് നമുക്കൊരു ഓപ്പണിംഗ് സ്റ്റേറ്റ്മെൻറ്റിൽ നമുക്കിന്ന് പറയാനുള്ളത്. സുരേഷ് സാർ, ഏതായാലും മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം ഒരു ലോങ് ടേം വ്യൂ ബുള്ളിഷ് ആയിട്ട് തന്നെ തുടരുന്നു എന്ന് തന്നെയാണ് ഇപ്പോൾ പ്രദീപ് സാറും പറയുന്നത്. മറ്റ് പ്രധാനപ്പെട്ട അപ്ഡേറ്റ്സ് എന്തെങ്കിലും ഉണ്ടോ, അല്ലെങ്കിൽ നമ്മൾ ഡയറക്റ്റ് സ്പോട്ട്ലൈറ്റ് ബിസിനസ്സിലേക്കാണ് പോകുന്നത്? ജാസ്മിൻ, എനിക്ക് നമ്മുടെ പ്രേക്ഷകരോട് ഒരു ചെറിയൊരു ഒരു കമ്മ്യൂണിക്കേഷനിൽ ഒരു മെസ്സേജ് എടുത്തിട്ടുണ്ട്. കാര്യം ഞാൻ നമ്മുടെ പ്രേക്ഷകരെ ഒരുപാട് റെസ്പെക്റ്റ് ചെയ്യും. നമ്മുടെ 99% പ്രേക്ഷകരും നമ്മൾ പറയുന്ന കാര്യങ്ങൾ അതേ സ്പിരിറ്റിൽ, അതായത് നമ്മുടെ വ്യൂവേഴ്സ് പറഞ്ഞാൽ പല തരത്തിലുള്ള ആൾക്കാരുണ്ട്, പല തലത്തിലുള്ള ആൾക്കാരുണ്ട്. അത് കൂടാതെ തന്നെ അവർക്കൊക്കെ ഒരുപാട് പൊളിറ്റിക്കൽ അഭിപ്രായങ്ങളുമുണ്ട്. എന്നാൽ അവർക്ക് നന്നായിട്ട് അറിയാം മാർക്കറ്റിലേക്ക് വരുന്നത് നമ്മളൊരു വെൽത്ത് ക്രിയേഷന് വേണ്ടിയിട്ടാണ്. ഇതൊരു ബിസിനസ് ഷോ ആണ്. ഈ ഒരു ബിസിനസ് ഷോയിൽ നമ്മൾ കൂടുതലും ഗ്ലോബൽ ബിസിനസ്സുകളും ഇന്ത്യൻ ബിസിനസ്സുകളും എക്കണോമിയും അതെങ്ങനെ സ്റ്റോക്ക് മാർക്കറ്റിനെ ഇമ്പാക്റ്റ് ചെയ്യുന്നു എന്നുള്ള കാര്യങ്ങൾ കൂടുതൽ ഫോക്കസ് സ്റ്റോക്ക് മാർക്കറ്റ് വെച്ചും നമ്മൾ കുറച്ചുകൂടി അതിനകത്തൊരു അക്കാഡമിക് കണ്ടന്റും കൂടെ ആഡ് ചെയ്ത് നമ്മുടെ പ്രേക്ഷകന് കാര്യങ്ങൾ സിമ്പിളായിട്ട് അവതരിപ്പിച്ചു കൊടുക്കുന്നു. നമ്മുടെ മെയിൻ എയിം എന്താ? നമുക്ക് റെക്കമെൻഡ് ചെയ്യാൻ അധികാരമില്ല ആസ് എ മീഡിയ ഓർ എ ജേർണലിസ്റ്റ്, അല്ലേ? അപ്പം നമ്മളെന്താ, നമ്മുടെ ജനങ്ങൾക്ക് വിദ്യാഭ്യാസം നമുക്കറിയാവുന്നത് പകർന്നു കൊടുക്കുന്നു. എല്ലാവർക്കും അതുകൊണ്ട് ഉപകാരം വരുന്നോന്നറിയില്ല. നമ്മൾ ചെറിയ മനുഷ്യരാണ്, നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. അത് മനസ്സിലാക്കിച്ച് അവരുടെ നോളജിനെ അവർക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റിയാൽ അവർക്ക് ആരുടെയും പരസഹായവും ഇല്ലാതെ സ്വന്തം കാലിൽ നിൽക്കാൻ പറ്റും. അതായത് നമ്മുടെ പല പ്രേക്ഷകർക്കും ഒരു ബിസിനസ്, ഫിനാൻസ്, അക്കൗണ്ടിങ് ബാക്ക്ഗ്രൗണ്ട് ഇല്ലാതെ വരുന്നവരാണ്. അപ്പം നമ്മൾ സാധാരണ കുട്ടികൾക്കുൾപ്പെടെ, സ്റ്റുഡൻസ് ഉൾപ്പെടെ, ഒരു ഹൗസ് വൈഫ്സിന് ഉൾപ്പെടെ, ഒരു സാധാരണ ജോലി ചെയ്യുന്നവർക്ക് പോലും ഇത് മനസ്സിലാക്കുന്ന രീതിയിലാണ് നമ്മൾ അവതരിപ്പിക്കാൻ ശ്രമിക്കുന്നത്. എന്നാൽ നമ്മുടെ ഒരു ചെറിയ ഒരു വിഭാഗം, വളരെ നെഗ്ലിജിബിൾ ആയിട്ടുള്ള ചില പ്രേക്ഷകർക്ക് നമ്മളിൽ ഒരു പൊളിറ്റിക്കൽ സ്റ്റാൻഡ് കാണാനാണ് ശ്രമിക്കുന്നതെന്നല്ല. പൊളിറ്റിക്കൽ സ്റ്റാൻഡ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇത് തന്നെ പറയാം. ഇപ്പോൾ GSTയുടെ കാര്യം നമ്മൾ പറയുന്നു. GSTയുടെ കാര്യത്തിൽ പറയുന്നത് GST2 വന്നതിന് ശേഷവും സാധനങ്ങളുടെ വില കുറഞ്ഞില്ല. GST എന്താണ്? ടാക്സ് ആണ്. ഒരു പ്രോഡക്റ്റിന് 2 കാര്യങ്ങളാണുള്ളത്. ഒന്ന്, കമ്പനി ഇടുന്ന വില, അതിൻ്റെ മുകളിൽ ഗവൺമെൻറ് ഇടുന്ന വില.
ഈ GST എന്ന് പറയുന്നത് ഗവൺമെൻറ് ഇടുന്ന വിലയാണ് അല്ലേ? ഗവൺമെൻറ് ഇടുന്ന വില 28 നിന്ന് 18 പല കാര്യങ്ങളും 5%. അപ്പോൾ ടാക്സ് കുറഞ്ഞിട്ടുണ്ടോ? ടാക്സ് കുറഞ്ഞിട്ടുണ്ട്. പ്രോഡക്റ്റിന് വില കുറയ്ക്കാത്തത് കമ്പനികളാണ്. അതിന് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ എനിക്കൊരു ബിസിനസ് ഉണ്ടെന്ന് ഇരിക്കുക, അല്ലെങ്കിൽ നമ്മുടെ പ്രേക്ഷകൻ ഒരു ബിസിനസ് ഉണ്ടെന്ന് വയ്ക്കുക, അതൊരു ബ്രെഡ് ഉണ്ടാക്കുന്ന ബിസിനസ് ആണെന്ന് ഇരിക്കുക. ഗവൺമെൻറ് നാളെ വന്നിട്ട് പറയുന്നത് നിങ്ങൾ 10 രൂപയ്ക്ക് ബ്രെഡ് സെല് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞാൽ നമ്മുടെ കോസ്റ്റ് തന്നെ 15 രൂപ ഉണ്ടാവും. നമുക്ക് 10 രൂപയ്ക്ക് വിൽക്കാൻ പറ്റുമോ? ഇല്ല. ഇനി അഥവാ നമുക്ക് 10 രൂപയ്ക്ക് വിൽക്കാൻ പറ്റിയെന്ന് വിചാരിക്കുക, എന്നിട്ടും നമ്മൾ എന്താ പറയുക ആക്രാന്തം മൂത്ത് 20 രൂപയ്ക്ക് വിറ്റ് ഒരുപാട് പ്രോഫിറ്റാണ് ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് ശിക്ഷ തരാൻ പോകുന്നത് മാർക്കറ്റാണ്. ജനങ്ങൾ തരും. നമ്മുടെ സാധനം 20 രൂപയ്ക്ക് മേടിച്ചിട്ട് അത് ഗുണമില്ലെന്നുണ്ടെങ്കിൽ ജനങ്ങൾ അത് പാടെ നിരാകരിക്കും. നമ്മൾ ഈ എക്കണോമിക്സിനെയും ഡിമാൻഡ് ആൻഡ് സപ്ലൈയും കൺസ്യൂമറിനെയും നമ്മൾ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തു. കൺസ്യൂമറിന് ഒരു സാധനം ഇപ്പം നമ്മളൊരു ബിരിയാണി കഴിക്കണമെങ്കിൽ 200 രൂപയാവും അല്ലേ ബേസിക്കലി ആയിട്ട്. അത് കുറച്ചുകൂടി ഒരു ഭേദപ്പെട്ട ഫൈൻ ഡൈനിങ് റെസ്റ്റോറൻ്റ് ആണെങ്കിൽ 450 ആവും. ചിലപ്പോൾ അതൊരു 5 സ്റ്റാർ ഹോട്ടലിലേക്ക് പോകുമ്പോൾ 700-800 റുപ്പീസ് ആവും. ബിരിയാണി 5000 രൂപയ്ക്ക് കൊടുത്ത് ആരെങ്കിലും വാങ്ങിക്കൂ? അത് വാങ്ങിക്കില്ല. കാര്യം അതൊക്കെ എക്കണോമി അതിനനുസരിച്ച് തന്നെ കറക്റ്റ് ചെയ്യും എന്നുള്ളത്. ഇവിടെ GSTയുടെ കാര്യം, GST കുറച്ചിട്ടുണ്ടോ? GST കുറച്ചിട്ടുണ്ട്. അതുമാത്രമല്ല മിക്ക കമ്പനികളും പറയണമെന്ന് വെച്ചാൽ ഞങ്ങൾ ഇതിന്റെ ബെനിഫിറ്റ് കൺസ്യൂമറിന് പാസ് ഓൺ ചെയ്യാന്ന് പറയുന്നു. ഇത് ഒറ്റ ദിവസം കൊണ്ട് നമുക്ക് മനസ്സിലാക്കത്തുമില്ല. കാര്യം നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, എനിക്ക് ഇന്നിപ്പോൾ വാഷിംഗ് മെഷീൻ മേടിക്കേണ്ട ആവശ്യമില്ലെങ്കിൽ ഞാൻ ഇന്ന് തന്നെ ദീപാവലി എന്ന് പോയി മേടിക്കൂ. ആവശ്യമില്ലല്ലോ. ഇതൊക്കെ നമ്മൾ ഓവർ എ പീരീഡ് ഓഫ് ടൈം, അതായത് ഒരു കൊല്ലം കൊണ്ട് മാത്രമേ ഇതിൻ്റെ ക്ലാരിറ്റി ഇമർജ് ചെയ്യുന്നുള്ള ഒരു വലിയ കാര്യം. അപ്പം നമ്മളെ കൊണ്ട് ഇത് GST മോശമാണെന്ന് പറയിപ്പിക്കാൻ ശ്രമിക്കരുത്. നമ്മളെ ഒരുപാട് പ്രഷറൈസ് ചെയ്താൽ നമുക്ക് മനസ്സ് തുറന്ന് സമ്മതിക്കായിരിക്കില്ല. അതുകൊണ്ടാണ് നമ്മൾ ഈ 99% നമ്മുടെ പ്രേക്ഷകരെ നമ്മൾ റെസ്പെക്ട് ചെയ്യുന്നു. കാര്യം അവരാരും നമുക്കൊരു ഡിസ്റ്റർബൻസ് തരുന്നില്ല. ഇപ്പം പലരും നമ്മുടെ US ട്രേഡ് ടോക്സിനെ കുറിച്ച് ചോദിക്കുന്നത് എന്താണെന്നറിയോ? US ട്രേഡ് ടോക്സിനെ കുറിച്ച് ചോദിക്കുന്നത് ഇത് നമ്മുടെ ഡിപ്ലോമസി അല്ലെങ്കിൽ ഫോറിൻ അഫയേഴ്സിന്റെ പരാജയമല്ലേ? ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഈ സ്വിറ്റ്സർലൻഡ് എന്ന് പറയുന്ന രാജ്യം വേൾഡിലെ വൺ ഓഫ് ദ ഫൈനസ്റ്റ് ആൻഡ് എന്താ പറയുക നല്ലൊരു ലിവിങ് കണ്ടീഷനുള്ള നല്ല രീതിയിലുള്ള എക്കണോമിയുള്ള ഒരു രാജ്യമാണ്. ആ രാജ്യത്തിൻ്റെ പ്രോഡക്ട്സ് നമുക്കറിയാലോ. ചോക്ലേറ്റ്, ഡയറി, വാച്ചസ്, ഫാർമാസ്യൂട്ടിക്കൽ, ഇതൊക്കെ നന്നായിട്ട് ചെയ്യുന്ന കമ്പനി അല്ല രാജ്യം സ്വിറ്റ്സർലൻഡിലേക്ക് അമേരിക്കയിൽ നിന്ന് അയക്കുന്ന ഒരു ഗുഡ്സിനും ഇമ്പോർട്ട് ഡ്യൂട്ടി ഇല്ല. അമേരിക്കൻ പ്രോഡക്ട്സിന് സ്വിറ്റ്സർലൻഡിലേക്ക് ഫ്രീ ആയിട്ട് വരാം. എന്നിട്ട് അങ്ങനെ ഫ്രണ്ട്ലി ആയിട്ടുള്ള രാജ്യത്തിന് സ്വിറ്റ്സർലൻഡിൽ നിന്ന് ഇപ്പോൾ US അയക്കുന്ന പ്രോഡക്റ്റിന് 2025 ട്രംപ് വെച്ചിരിക്കുന്നത് 35%. ഇതെന്താ ഡിപ്ലോമസി ഫെയിലർ ആണോ? ആ രാജ്യത്തിന് എന്താണ് കുഴപ്പം? ആ രാജ്യം എന്താണ് US-ന്റെ പ്രോഡക്ട്സിന് ഇമ്പോസ് ചെയ്യുന്നത്? പിന്നെ നോൺ അലൈൻ മൂവ്മെൻ്റ് ഒക്കെ ഐ റെസ്പെക്ട് ഓൾ യുവർ തോട്ട്. നിങ്ങളെല്ലാവരും പറയുന്ന തോട്ടുകൾ ഞാൻ സമ്മതിക്കുന്നു. നോൺ അലൈൻ മൂവ്മെൻ്റ് ഒക്കെ അന്ന് നമ്മൾ തീരുമാനം എടുക്കുമ്പോൾ അന്ന് US-ഉം USSR ആണ്. അവിടുന്ന് ആ കോൾഡ് വാർ സമയത്ത് നിന്ന് USSR തെറിച്ചും പോയി. അതുമാത്രമല്ല വേൾഡ് ഓർഡർ നന്നായിട്ട് മാറി. അതിൻ്റെ ഇടയിലേക്ക് ചൈന വന്നു. യൂറോപ്യൻ രാജ്യങ്ങളെല്ലാം കൂടെ ചേർന്ന് യൂറോപ്യൻ യൂണിയനായി. ഇതെല്ലാം മാറിയ സ്ഥിതിക്ക് അതൊന്നുമില്ല. സപ്ലൈ ചെയിനുകൾ മാറി, വേൾഡിൻ്റെ ഗ്ലോബൽ ഓർഡറുകൾ മാറി, റിലേഷൻഷിപ്പുകൾ മാറി, അങ്ങനത്തെ പല രീതിയിലും മാറി. ജപ്പാൻ അന്ന് വലിയൊരു എന്താ പറയുക കോൾഡ് വാർ സമയത്ത് വലിയൊരു ഇലക്ട്രോണിക് ജയന്റ് ആയിരുന്നു. കൊറിയ ഒന്നും അല്ലായിരുന്നു. ഇന്ന് കൊറിയ അതേപോലെ തന്നെ ഉയർന്നു വന്നു. കൊറിയന്ന് കമ്പനികൾ മാറി. ഇതൊക്കെ പഴയ രീതിയിൽ വേൾഡ് മാറുന്നതിനനുസരിച്ച് കാര്യങ്ങൾ മാറും. അതുമാത്രമല്ല നമ്മളിപ്പോൾ ഈ പറഞ്ഞ പോലെ ഗവൺമെൻറ്റിനെ നമ്മൾ കുറ്റം പറ്റുന്നത് നമുക്കെന്ത് കിട്ടാനാണ്? നമുക്ക് ഈ പറയുന്ന പോലെ ഒന്നും കിട്ടില്ല. നമുക്ക് ഈ മാർക്കറ്റിൽ നിന്നേ കാശുണ്ടാക്കാൻ പറ്റുള്ളൂ. അതിൽ എങ്ങനെ നിന്നാൽ എങ്ങനെ പൊസിഷൻ ചെയ്താൽ മാർക്കറ്റിൽ കാശുണ്ടാക്കാൻ പറ്റും നോക്കുന്നതല്ലാതെ നമുക്കിതിനകത്തൊന്നും ചെയ്യാനില്ല. അത് മാത്രമല്ല നമ്മളിൽ നിന്ന് ഒരു പൊളിറ്റിക്കലായിട്ടുള്ള സ്റ്റാൻഡ് നമ്മൾ എക്സ്പെക്ട് ചെയ്യേണ്ട കാര്യം. ഞങ്ങളെ സംബന്ധിച്ച് നമ്മളിപ്പോൾ ഇന്ന് തന്നെ പറഞ്ഞത് എന്താ, എല്ലാ പൊളിറ്റിക്കൽ പാർട്ടിയെയും നമ്മൾ ബ്ലെയിം ചെയ്തു. 1990 മുതൽ ഇന്നേ വരെ ഇന്ത്യയുടെ കണ്ടീഷൻ ഇതാണ്. ഞാൻ ഷിപ്പ് ബിൽഡിങ്ങിൻ്റെ കാര്യം നമ്മൾ എത്രയോ പ്രാവശ്യം പറഞ്ഞു. ഇന്ത്യയുടെ ഷിപ്പ് ബിൽഡിങ്ങിൻ്റെ റിഫോംസ് വന്നതേ ബില്ല് മാറ്റിയത് 100 കൊല്ലത്തെ ബില്ലാണ്. ഈ 100 കൊല്ലത്തെ ബില്ലിന് റെസ്പോൺസിബിലിറ്റി ആരാണ്? എല്ലാ പൊളിറ്റീഷ്യൻസുമാണ്. ഈ കൊല്ലമാണ് നമ്മളിത് ചെയ്യണമെങ്കിൽ 2025 മാർച്ച് വരെ ഉണ്ടായിരുന്ന ഒരു പൊളിറ്റിക്കൽ പാർട്ടിയും അത് ചെയ്തില്ല എന്നുള്ളതാണ്. നമ്മളിത് എവിടെയാണ് ഒരു പൊളിറ്റിക്കൽ പാർട്ടിയുടെ സൈഡ് നിൽക്കുന്നത്? അങ്ങനത്തെ രീതിയിൽ നമ്മളെ കാണരുത്, നമ്മളെ പ്രഷറൈസ് ചെയ്യരുത്. അങ്ങനെ പ്രഷർ ചെയ്താൽ മനസ്സ് തുറന്ന് നമുക്ക് സംസാരിക്കാൻ സമ്മതിക്കില്ല എന്നുള്ളതാണ്. ഫ്രീഡമാണ് ഞങ്ങളെക്കുറിച്ച് എല്ലാ കാര്യങ്ങളും പറയാൻ ശ്രമിക്കുന്നത്. നമ്മളൊരു കാര്യം പറയുമ്പോൾ അതിൻ്റെ രണ്ട് വശവും പറയാനായിട്ട് നമ്മൾ ശ്രമിക്കുന്നു. എനിക്ക് ഏറ്റവും കൂടുതൽ അഭിമാനവും ഞാൻ ഏറ്റവും കൂടുതൽ പ്രൗഡാവുന്നത് നമ്മുടെ 99.9% നമ്മുടെ പ്രേക്ഷകരാണ്. അവരെന്നും നമ്മളെ മനസ്സിലാക്കിയിട്ടുള്ളൂ, എന്നും നമ്മുടെ കൂടെ നിന്നിട്ടേ ഉള്ളൂ. നമുക്കൊരു പൊളിറ്റിക്കൽ സ്റ്റാൻഡ് ഇല്ല എന്നുള്ളത് അവർക്ക് നന്നായിട്ട് അറിയാം. അതുമല്ല മാർക്കറ്റ് എന്തിനാണെന്നുള്ളത് അവർ നന്നായിട്ട് മനസ്സിലാക്കി. ഇത് വെൽത്ത് ക്രിയേഷൻ ടൂളാണ്. ഇവിടെ വന്ന് രാഷ്ട്രീയം പറഞ്ഞിട്ട് ചർച്ച ചെയ്യാനോ ആഗ്രഹമില്ല. അത് പോകണമെന്നുണ്ടെങ്കിൽ ഒരു കറണ്ട് അഫയേഴ്സ് ചാനലിലോ ഒരു ന്യൂസ് ചാനലിലോ രാത്രി 8 മണി മുതൽ 9 മണി വരെയാണ് അവിടെ കാണേണ്ടത്. ഓപ്പണിംഗ് അവേഴ്സ് 9:30 to 10:30 എന്ന് പറഞ്ഞാൽ അബ്സല്യൂട്ട്ലി ഫിനാൻസ്, ബിസിനസ് ആൻഡ് എക്കണോമി തന്നെയായിരിക്കും. അതിനകത്ത് ഒരു പൊളിറ്റിക്കൽ പാർട്ടിക്ക് ഇൻവോൾവ്മെന്റ് ഇല്ല എന്ന് പറഞ്ഞു വെക്കുന്നു ജാസ്മിൻ. അത് ഒന്നാമത്തെ കാര്യം. പിന്നെ നമ്മുടെ സ്പോട്ട്ലൈറ്റ് സ്റ്റോക്കിലേക്ക് നമ്മൾ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്കറിയാം ഇന്ന് നമ്മൾ ഇപ്രാവശ്യം നമ്മൾ ഈ
സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ എക്വിറ്റി മാർക്കറ്റ്സിനെ കുറിച്ച് വളരെ മോശമായിട്ടുള്ള റിട്ടേൺ ആണ് നമ്മൾ സംസാരിച്ചിരിക്കുന്നത് പോലും നമ്മുടെ ഇവിടെ 2 സ്റ്റാറുകളുണ്ട്, ഒന്ന് സിൽവറും ഗോൾഡുമാണ്. ഗോൾഡ് ഈ സിൽവർ നന്നായിട്ട് പെർഫോം ചെയ്തതെന്ന് മാത്രമല്ല ഗോൾഡ് വളരെ സ്റ്റുപ്പൻഡസ് പെർഫോമൻസ് ആണ് ഈ ഇയർ ഉണ്ടായിരുന്നത് എന്നുള്ളത്. നമ്മൾ അതിനെ യെല്ലോ മെറ്റൽ എന്നൂടെ വിളിക്കാറുണ്ട്. ഈ കൊല്ലം മാത്രം എനിക്ക് തോന്നുന്നു ഗോൾഡ് 43% റിട്ടേൺ എങ്ങാണ്ടാണ് തന്നതെന്നാണ്. ലാസ്റ്റ് 2 ഡെക്കേഡ്സിൽ നിയർലി 15%, അതായത് 14.97% CAGR ഗോൾഡ് ലാസ്റ്റ് 2 ഡെക്കേഡ്സിൽ ഗ്രോ ചെയ്തെന്നുള്ളത്. ഇപ്പൊ ലോകത്ത് ശരിക്കും പറഞ്ഞാൽ ഗോൾഡ് എന്ന് പറയുന്ന മെറ്റൽ ശരിക്കും പറഞ്ഞാൽ നമ്മൾ അതിനെ പറയുന്നത് വലിയൊരു ഇൻവെസ്റ്റ്മെന്റ് പ്രോഡക്റ്റ് ആയിട്ട് ഗ്ലോബൽ ഇതിൽ നമ്മൾ പറയാറില്ല. നമ്മൾ അതിനെ പറയുന്നത് എന്താ, സ്റ്റോർ ഓഫ് വാല്യൂ അല്ലെങ്കിൽ ഹെഡ്ജ് അഗെയിൻസ്റ്റ് ഇൻഫ്ലേഷൻ. അതായത് ഒരു അൺസർണിറ്റി ഗ്ലോബൽ എക്കണോമിയിൽ വരുമ്പോൾ സ്റ്റോർ ഓഫ് വാല്യൂ ആയിട്ട് നമ്മുടെ വാല്യൂ, അതായത് പർച്ചേസിംഗ് പവർ നഷ്ടപ്പെടാതിരിക്കാൻ നമ്മൾ സ്റ്റോർ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ഉപകരണം ആണ് ഈ പറയുന്ന പോലെ ഗോൾഡ് എന്നുള്ളത്. അപ്പോൾ ഗോൾഡിനെ നമ്മൾ ഹെഡ്ജ് അഗെയിൻസ്റ്റ് ഇൻഫ്ലേഷൻ, അതായത് സ്റ്റോറേജ് ഓഫ് വാല്യൂ എന്ന് പറയുന്നതിൽ മാറി നമ്മളെ ഇന്ത്യൻസിൻ്റെ കാഴ്ചപ്പാടിൽ അതൊരു വലിയൊരു ഇൻവെസ്റ്റ്മെന്റ് ടൂളായിട്ട് മാറി. 15% CR ഫോർ ദ ലാസ്റ്റ് 2 ഡെക്കേഡ്സ് ഓർ 46% റിട്ടേൺ അലോൺ ഇൻ 2025 ഈസ് എ ഗ്രേറ്റ് ഡീൽ ഓഫ് റിട്ടേൺ എന്നുള്ള. അതിൻ്റെ ഏറ്റവും വലിയ രസം എന്നറിയോ, ജെഫ്രീസിന്റെ ഗ്ലോബൽ ഹെഡ് ഓഫ് ഇക്വിറ്റി, അതായത് ഇക്വിറ്റി ആണ് അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ തട്ടകമായിട്ടുള്ള ക്രിസ്വുഡ് പറയണതെന്നറിയോ, ഗോൾഡ് ഇവിടെ നിന്നും 76% കയറാൻ ചാൻസ് ഉണ്ട്. അതായത് അദ്ദേഹം ഒരു കൊമോഡിറ്റി അനലിസ്റ്റ് അല്ല, ഇക്വിറ്റി അനലിസ്റ്റ് പോലും പറയുന്നത് പ്രഷ്യസ് മെറ്റലായ ഗോൾഡ് 76%. അപ്പോൾ ഗോൾഡിൻ്റെ റെലവൻസ് എന്താണ് എന്നുള്ളത് നമുക്ക് മനസ്സിലായല്ലോ. അപ്പോൾ ഇറ്റ് ഹാസ് ടേൺഡ് ഫ്രം എ സ്റ്റോർ ഓഫ് വാല്യൂ ഓർ ഹെഡ്ജ് അഗെയിൻസ്റ്റ് ഇൻഫ്ലേഷൻ ഇൻ ടു ആൻ ഇൻവെസ്റ്റ്മെന്റ് പ്രോഡക്റ്റ് എന്നുള്ളതാണ് അതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. പിന്നെ ഒരു ലിറ്റിൽ നോൺ ഫാക്ട് എന്താണെന്നറിയോ, നമ്മുടെ ഹ്യൂമൻ ബോഡിക്കകത്ത് തന്നെ 0.2 മില്യൺ ഗ്രാംസ് ഓഫ് ഗോൾഡ് ഉണ്ട്. അതായത് നമ്മുടെ ബ്ലഡിലും ടിഷ്യൂലും ഒക്കെ കൂടെ നോക്കിയാൽ ഏതാണ്ട് 0.2 മില്യൺ ഗ്രാംസ് ഓഫ് ഗോൾഡ് അതിനകത്ത് ഉണ്ട് എന്നുള്ളതാണ്. അതായത് നമ്മൾ ലോകത്തുള്ള എല്ലാ ഹ്യൂമൻസിൻ്റെയും അകത്തുള്ള ഈ 0.2 ഗ്രാംസ് ഓഫ് ഗോൾഡ് എടുത്ത് നമ്മൾ അടുക്കി വെക്കുകയാണെങ്കിൽ ഏതാണ്ട് 400 തൊട്ട് 500 കിലോഗ്രാം ഓഫ് ഗോൾഡ് ഉണ്ടാവും എന്നുള്ളതാണ്. അതായത് ഒരു ചെറിയ സ്മോൾ കാറിൻ്റെ ഒരു വെയിറ്റേജിലേക്ക് ഒരു ഗോൾഡ് അതിനകത്ത് ഉണ്ടാവുന്നത്. അപ്പോൾ ഗോൾഡിൻ്റെ ലെസ്സർ നോൺ ഫാക്റ്റാണ് ഞാൻ പറഞ്ഞത്. ഈ ഗോൾഡിനെ കുറിച്ച് ഞാൻ വായിക്കുമ്പോഴേ അതിനകത്ത് പല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യമുണ്ട്. ഈ ഗോൾഡിനെ ഉണ്ടല്ലോ നമുക്ക് ഭയങ്കരമായിട്ട് സ്ട്രെച്ച് ചെയ്യാന്ന് പറഞ്ഞാൽ ഒരു 1 കിലോഗ്രാം ഓഫ് ഗോൾഡ് ഉണ്ടല്ലോ, ഈ 1 കിലോഗ്രാം ഓഫ് ഗോൾഡ് വെച്ചിട്ട് നമുക്ക് 1 സ്ക്വയർ മീറ്റർ ഉള്ള ഒരു ഷീറ്റ് ഉണ്ടാക്കാം. അതുമാത്രമല്ല ഇതിനെ ഒരു ത്രെഡാക്കി നമ്മളിങ്ങനെ വലിച്ചു കൊണ്ടുപോകണമെങ്കിൽ ഏതാണ്ട് 2 കിലോമീറ്റർ കൊണ്ടുപോകാം. ഏതാ 1 ഗ്രാം ഓഫ് ഗോൾഡ് തന്നെ അതിനെ അത്ര രീതിയിൽ അടിച്ചു പരത്തി അതിനെ നീട്ടി നമുക്കതിനെ കൊണ്ടുപോകാം എന്നുള്ളൊരു പ്രത്യേകത അതിനകത്തുണ്ട് എന്നുള്ളതാണ്. പിന്നെ കുറച്ച് സയൻറ്റിസ്റ്റുകൾ പറയണമെന്ന് വെച്ചാൽ പണ്ട് ബില്യൺസ് ഓഫ് ഇയേഴ്സ് ബാക്ക് എർത്തിൽ വന്ന് ക്രാഷ് ചെയ്ത ആസ്റ്ററോയിഡ്സിൽ നിന്നാണ് ഗോൾഡ് കണ്ടെടുക്കുന്നത് എന്നുള്ളതാണ് ഒരു സ്കൂൾ ഓഫ് തോട്ട് പറയുന്നത്. പിന്നെ ഈ ഗോൾഡ് എന്ന് പറയുന്നത് ഇലക്ട്രിസിറ്റിയുടെ നല്ലൊരു കണ്ടക്ടറാണ്. അത് കാരണം തന്നെ ഇലക്ട്രോണിക് ഗുഡ്സിൽ ഇത് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ മൊബൈൽ ഫോൺസിൽ, സ്മാർട്ട് ഫോൺസ്, കമ്പ്യൂട്ടേഴ്സിലൊക്കെ, ടിവിയിലൊക്കെ അത് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ എന്താ പറയുക ചീത്തായി കിടക്കുന്ന ഈ പ്രോഡക്റ്റിനകത്തും ചെറിയ ഒരു കമ്പോണൻറ്റ് ഗോൾഡ് ഉണ്ട്. അത് എവിടെയാണെന്ന് കണ്ടുപിടിക്കാൻ പോലും നമുക്കറിയില്ല എന്നുള്ളതാണ് അതിനകത്തുള്ള രസം. പിന്നെ നമുക്കറിയാലോ നമ്മുടെ റിലീജിയസ് പ്ലേസസ് ആയിട്ടുള്ള ശ്രീ പത്മനാഭ സ്വാമി ടെമ്പിൾ ട്രിവാൻഡ്രം, ശ്രീ ബാലാജി ടെമ്പിൾ തിരുപ്പതി, ഇവിടെയൊക്കെ ശരിക്കും പറഞ്ഞാൽ ഗോൾഡ് അസറ്റ്സ് ഒരുപാടുണ്ട്. അത് പല രീതിയിൽ എസ്റ്റിമേറ്റ്സ് പല രീതിയിലാണ് പറയുന്നത് എന്നുള്ള. അപ്പോൾ എപ്പോഴും അവരുടെ അടുത്ത് വാല്യൂ ചെയ്യാറില്ലല്ലോ. പഴയ ഒരു വാല്യൂഷൻ നമ്മൾ കേട്ടത് പത്മനാഭസ്വാമി ടെമ്പിൾ 1.5 ലക്ഷം കോടി വരെ ഞാൻ കേട്ടിട്ടുണ്ട്. അതിനുശേഷം അത് വാല്യൂ ചെയ്തിട്ടുണ്ടോ ഇന്നത്തെ റേറ്റ് എന്ന് എനിക്കറിയില്ല. അപ്പോൾ അതിന് പ്രൊപ്പോർഷനേറ്റായിട്ട് കൂടിയിട്ടുണ്ടെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാമെന്നുള്ള. നമ്മൾ പറഞ്ഞു വെച്ചു നമ്മുടെ ഒരു പിക്ക് ആൻഡ് ഷോവൽ തീം അല്ലേ. ഈ പിക്ക് ആൻഡ് ഷോവൽ തീം എന്ന് പറഞ്ഞ് അമേരിക്കയിൽ പണ്ടൊരു ഗോൾഡ് റഷ് ഉണ്ടായിരുന്നു. അതായത് അവിടെ ഒരു ന്യൂസ് പടർന്നു. നമ്മൾ അന്നത്തെ ദിവസം എനിക്കൊന്ന് ജാസ്മിൻ ഇല്ലായിരുന്നു, വിഷ്ണു ആയിരുന്നു തോന്നുന്നു. പിക്ക് ആൻഡ് ഷോവൽ തീം എന്ന് പറഞ്ഞാൽ അന്ന് അമേരിക്കയിൽ ഒരു റൂമർ പടർന്നു, കാലിഫോർണിയയിൽ കുഴിച്ചു കഴിഞ്ഞാൽ ഗോൾഡ് കിട്ടും. ആൾക്കാരെല്ലാം കൂടെ ഗോൾഡ് മൈനിങ് ചെയ്യാനായിട്ട് പോയി. അപ്പോൾ ഈ ഗോൾഡ് മൈനിങ് ചെയ്യാൻ പോയവർക്കൊന്നും പൈസ കിട്ടിയില്ല. പകരം ഈ മൈനിങ്ങിന് ഉപയോഗിക്കുന്ന ടൂൾസ് വിറ്റ് അവർക്ക് ഒരുപാട് കാശുണ്ടാക്കി. അതായത് ഷവൽസും പിക്കാക്സും. അതാണ് ഈ പിക്ക് ആൻഡ് ഷവൽസ് തീം. അതായത് ഒരു കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ ഇറങ്ങി ചെല്ലുമ്പോൾ വേറൊരു കാര്യത്തിന് അത് ബെനിഫിറ്റ് ആവണു എന്നുള്ള അങ്ങനെ ബെനിഫിറ്റ് ചെയ്ത ഒരു ബിസിനസ്സാണ് നമ്മൾ ഉപയോഗിക്കുന്ന ലെവൈസ് സ്ട്രോസ് ജീൻസ്. ഈ ലെവൈസ് ജീൻസ് എന്ന് പറയുന്നത് ഈ ഗോൾഡ് മൈനിങ്ങിന് വേണ്ടി പോയവർ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഗോൾഡിന് അങ്ങനെ പല ഇൻട്രസ്റ്റിംഗ് ഫാക്ട്സ് ലോകത്തുണ്ട് എന്നുള്ളതാണ്. ഇന്ത്യ എന്ന് പറയുന്നത് സെക്കൻഡ് ലാർജസ്റ്റ് കൺസ്യൂമർ ഓഫ് ഗോൾഡ് ആണ് ആഫ്റ്റർ ചൈന എന്നുള്ളത്. ഗോൾഡ് ഒരു
സിമ്പിൾ ഓഫ് വെൽത്തും പ്രോസ്പെരിറ്റിയാണ്. ഈ ഗോൾഡ് പല ഒക്കേഷനും റിലീജിയസ് ആയിട്ടും വെഡ്ഡിങ്ങിൻ്റെ ഉള്ള ഹാപ്പി ഒക്കേഷൻസ്, ഇന്ത്യൻ ഫെസ്റ്റിവൽസ്, ഇന്ത്യൻ മാരേജസ് വരെ ഇന്ത്യൻ ഗോൾഡ് പ്രൈസസിനെ എഫക്റ്റ് ചെയ്യുന്നതാണ് പറയുന്നത്. ഗോൾഡ് പ്ലഡ്ജിങ് എന്ന് പറഞ്ഞാൽ പണ്ടൊരു ടാബു ആയിരുന്നു, ചമ്മലായിരുന്നു. ഇപ്പോൾ അതൊരു വലിയൊരു ഓർഗനൈസ്ഡ് ബിസിനസ്സായി മാറി എന്നുള്ള അത് ചെയ്യുന്ന മുത്തൂറ്റ് ഫിനാൻസ് ആണ് നമ്മുടെ ഇന്നത്തെ സ്പോട്ട്ലൈറ്റ് സ്റ്റോക്ക്. ഗോൾഡ് കയറിയത് കാരണമാണ് ഞാൻ പറയുന്നത്. 1939 കേരളത്തിൽ കണ്ടുപിടിച്ച കമ്പനിയാണ്. ഇന്ന് 7300 ബ്രാഞ്ച് ഉണ്ട്. ഇന്ത്യയിലെ ലാർജസ്റ്റ് ഗോൾഡ് ലോൺ NBFC ആണ്. ഗോൾഡ് പ്ലഡ്ജിങ് ആണ് അവരുടെ മെയിൻ ബിസിനസ് എന്നുള്ളത് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം. അവരുടെ ഗോൾഡ് AUM എന്ന് പറയുന്നത് ഏതാണ്ട് 1,30,000 കോടി തൊട്ട് 1.5 ലക്ഷം കോടി വരെ അവരുടെ കയ്യിൽ AUM ഉണ്ട് എന്നാണ് മനസ്സിലാവുന്നത്. അവരുടെ ബിസിനസ്സിൻ്റെ മെയിൻ റവന്യൂ എന്ന് പറയുന്നത് ഗോൾഡ് പ്ലഡ്ജിങ് ആണ്. അത് ശരിക്കും പറഞ്ഞാൽ അവരുടെ 90% ബിസിനസ്സും ഗോൾഡ് പ്ലഡ്ജിങ്ങിലാണ്. ഈ ഗോൾഡ് പ്ലഡ്ജിങ് എന്ന് പറയുമ്പോൾ RBIയുടെ റെഗുലേഷൻ എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു ഗോൾഡ് ലോൺ ബിസിനസ് നടത്തുമ്പോൾ ആരെങ്കിലും ഒന്ന് ഗോൾഡ് വെക്കുകയാണെങ്കിൽ ആ ഗോൾഡിൻ്റെ വാല്യൂ 100 ആണെങ്കിൽ 75 രൂപ വരെ കൊടുക്കാവുള്ളൂ. അതിനെയാണ് LTV, ലോൺ ടു വാല്യൂ. 75% മുകളിൽ കൊടുക്കാൻ പാടില്ല എന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെ തന്നെയാണ് ഇത് ചെയ്യുന്നതും. അത് വളരെ ഫാസ്റ്റ് ആക്കി ഗോൾഡ് ലോൺ കൊടുക്കുക ആവശ്യക്കാർക്ക്. കാര്യം ഗോൾഡ് ഒരു ലിക്വിഡ് ആയിട്ടുള്ള അസറ്റ് ആണല്ലോ, പെട്ടെന്ന് അത് ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ്. ഈ പറയുന്ന പോലെ മുത്തൂറ്റ് ഫിനാൻസിന് അതിൽ നിന്ന് കിട്ടുന്ന ലാഭം എന്ന് പറഞ്ഞാൽ ആ ഗോൾഡ് ലോണിൻ്റെ ആ ഇൻട്രസ്റ്റ് റേറ്റ് ആണ് 14% തൊട്ട് 20% വരെ ഉണ്ട്. ഈ ചെറിയ ലോണിന് കൂടുതൽ ഇൻട്രസ്റ്റും വലിയ സാധനങ്ങൾക്ക് ചെറിയ ഇൻട്രസ്റ്റും അങ്ങനെയാണല്ലോ അവർ നടത്തുന്നത് എന്നുള്ളത്. പിന്നെ ഇവർക്ക് വേറെ രീതിയിൽ റവന്യൂ എന്ന് പറഞ്ഞാൽ ഈ ഗോൾഡ് പ്ലഡ്ജിങ്ങിൻ്റെ ലോൺ മാത്രമല്ല, ഈ പ്രോസസ്സിംഗ് ഫീ ഇനത്തിൽ പ്ലഡ്ജ് ഗോൾഡിൻ്റെ ഇൻഷുറൻസിൻ്റെ കേസിൽ ലേറ്റ് ഫീ, റിന്യൂവൽ ഫീ എന്നൊക്കെ ചെറിയൊരു ഫീ കിട്ടുന്നുള്ളൂ. ഇവർ LTV 75% ആണ്. 100ന്റെ 75 രൂപയെ അവർ കൊടുക്കുന്നുണ്ടെങ്കിൽ പോലും അവരുടെ കയ്യിലിരിക്കുന്ന പ്ലഡ്ജ് ചെയ്ത് വെച്ചിരിക്കുന്ന ഗോൾഡ് വില കൂടിയത് കാരണം ടോട്ടൽ അവരുടെ ഏതാണ്ട് LTV വാല്യൂ 58% കുറഞ്ഞു എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. അതായത് അവർ പ്ലഡ്ജ് ചെയ്തിരിക്കുന്ന ഗോൾഡ് ഇനി താഴോട്ട് വന്നാലും 58% വരെ അവർക്കൊരു കംഫർട്ടും ബഫറും ഉണ്ട് എന്നുള്ളതാണ്. സപ്പോസ് ഇതിൽ ആരെങ്കിലും ഡിഫോൾട്ട് ചെയ്യണമെങ്കിലോ ഒരു കാർ ഡിഫോൾട്ട് ചെയ്യുന്ന പോലെ അല്ല. റിയൽ എസ്റ്റേറ്റ് ലോൺ കൊടുക്കുന്നതും ഗോൾഡ് ലോൺ കൊടുക്കുന്നതും വലിയ ഡിഫോൾട്ടില്ല. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് ഈ മുത്തൂറ്റിനെ സംബന്ധിച്ച് ആരെങ്കിലും ഇത് ഡിഫോൾട്ട് ചെയ്യണമെങ്കിൽ അവർ സ്വർണ്ണമെടുത്ത് ലേലം ചെയ്യുന്നു. അവർക്ക് കിട്ടാനുള്ള കാശ് അവരെടുത്തതിന് ശേഷം ബാക്കിയുള്ള കാശ് ബോറോവറിന് തിരിച്ചു കൊടുക്കുന്നു. ഇതാണ് ബിസിനസ് എന്നുള്ളതാണ്. ഇതുകൂടാതെ അവരുടെ 10% ബിസിനസ് എന്ന് പറഞ്ഞാൽ ഫോറിൻ എക്സ്ചേഞ്ച്, മണി ട്രാൻസ്ഫർ, ഇൻഷുറൻസ് ബ്രോക്കിംഗ്, മൈക്രോ ഫിനാൻസ്, ഹൗസിംഗ് ഫിനാൻസ്. ഹൗസിംഗ് ഫിനാൻസ് എന്ന് പറഞ്ഞാൽ അഫോർഡബിൾ ഹൗസിംഗിലാണ്. ഏതാണ്ട് 3000 കോടിയുടെ പോർട്ട്ഫോളിയോ അവർക്കുണ്ടെന്നുള്ളതാണ്. ഇവർക്ക് വെഹിക്കിൾ ലോൺ ബിസിനസ് ഉണ്ടായിരുന്നു. അത് പതുക്കെ കുറച്ചുകൊണ്ട് വന്ന് കോവിഡ് സമയത്ത് അത് മോശമായത് കാരണം അവരത് നിർത്തി. അതുകൂടാതെ തന്നെ അവർക്കൊരു മൈക്രോ ഫിനാൻസ് കമ്പനി ഉണ്ട്, ബെൽസ്റ്റാർ മൈക്രോ ഫിനാൻസ്. അതിൽ 60% സ്റ്റേക്കാണ് ശരിക്കും പറഞ്ഞാൽ മുത്തൂറ്റിനുള്ളത്. അത് Q3 ആകുമ്പോഴത്തേക്കും പ്രോഫിറ്റബിൾ ആവും എന്നാണ് പറയുന്നത്. ഏതാണ്ട് പോർട്ട്ഫോളിയോ 8000 കോടി ഉണ്ടെന്നുള്ളതാണ്. ഗോൾഡ് ലോൺ എന്ന് പറയുന്നത് വളരെ ഗ്രേറ്റ് ബിസിനസ്സാണ്. ഗോൾഡ് കയറി നിൽക്കുകയാണ്. ഗോൾഡ് കയറി നിൽക്കുന്ന കാര്യം പ്ലഡ്ജ് ചെയ്യുന്നവരുടെ എണ്ണം കൂടും. ഗോൾഡ് കയറിക്കൊണ്ടേ ഇരുന്നാൽ പ്ലഡ്ജ് ചെയ്യുന്നവർ തിരിച്ചെടുക്കാനുള്ള ആഗ്രഹവും കൂടും എന്നുള്ളതാണ്. ഞാനിത് പറയാൻ കാര്യം വെച്ചാൽ ഞാൻ ഇന്ന് ഈ പരിപാടി കഴിഞ്ഞ് ഞാൻ ഇന്ന് ഈ ഗോൾഡ് എനിക്ക് കീൻ ഇൻട്രസ്റ്റ് ഉള്ളതുകൊണ്ടും നമ്മുടെ പ്രേക്ഷകർക്ക് ആവശ്യമുള്ളതുകൊണ്ടും ഗോൾഡിൻ്റെ ഫ്യൂച്ചർ സ്ട്രാറ്റജിയും ഈ ഗോൾഡ് ചെയ്യുന്ന ഇപ്പോൾ ഒരു പുതിയൊരു പരിപാടി വന്നിട്ടുണ്ട്, ജുവലേഴ്സ്. അതായത് പേ ഇൻ അഡ്വാൻസ്. ഇന്നത്തെ റേറ്റിന് നിങ്ങൾ ഗോൾഡിന് ഒരു 10% കാശ് കൊടുക്കുക. അത് കയറിപ്പോവുകയാണെങ്കിൽ നിങ്ങൾ ഇന്നത്തെ കാശ് തന്നാൽ മതി. താഴെ വരികയാണെങ്കിൽ നിങ്ങൾ അത് തരണ്ട. അതായത് താഴെ വരികയാണെങ്കിൽ താഴത്തെ റേറ്റ് തന്നാൽ മതി. അങ്ങനെ അഡ്വാൻസ് ബുക്കിംഗ്. ഇത് ജുവലേഴ്സും പറഞ്ഞിട്ട് അതെങ്ങനെയാണ് ജുവലറികളെ എഫക്റ്റ് ചെയ്യുന്നത് എന്നൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി ഞാനൊന്ന് ഗസ്റ്റിനെ വിളിക്കുന്നുണ്ട്. ഞാൻ തന്നെ അത് നേരിട്ട് ഇൻ്റർവ്യൂ ചെയ്യുന്നുണ്ട്. അത് വേറെ ഒന്നുമില്ല, നമ്മുടെ ബിനു ജോസഫാണ്. ബിനു ജോസഫ് ഇപ്പോൾ മുത്തൂറ്റ് സെക്യൂരിറ്റീസിലാണ് വർക്ക് ചെയ്യുന്നത്. മുത്തൂറ്റ് സെക്യൂരിറ്റീസ് തന്നെയാണ് ഗോൾഡിനെ കുറിച്ച് ഏറ്റവും പറയാൻ അനുയോജ്യമായത്. അതിലും ബിനു ജോസഫ് എന്ന് പറയുന്നത് മാർക്കറ്റിൽ 25 to 30 years ഓഫ് എക്സ്പീരിയൻസ്, ഒരു പക്ഷേ എൻ്റെ അത്രയും തന്നെ എക്സ്പീരിയൻസ് ഉള്ള ഒരു വ്യക്തി തന്നെയാണ്. അദ്ദേഹം ലിസ്റ്റഡ് ബ്രോക്കിംഗ് കമ്പനിയിലും വർക്ക് ചെയ്തതാണ്. അപ്പോൾ ബിനു ജോസിനെ ഞാൻ ഇത് കഴിഞ്ഞ് ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്. മാർക്കറ്റിലേക്ക് വരും. ഒരു റെക്കോർഡിംഗ് ആയിട്ടുള്ള ഒരു പ്രോഗ്രാം ഉണ്ട്. അത് കഴിഞ്ഞ് ഞങ്ങൾ ഈ ചെയ്ത് അടുത്ത ആഴ്ച അത് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കാം പ്രേക്ഷകരുടെ ശ്രദ്ധയിലേക്ക് വേണ്ടി. അതിൽ ഗോൾഡും അതിൻ്റെ ഓപ്പർച്യൂണിറ്റിയും എങ്ങനെ ഇത് ഹെഡ്ജ് ചെയ്യാം എന്നുള്ള കാര്യങ്ങൾ നമ്മൾ പറയുന്നതായിരിക്കും. നമ്മൾ ഇന്ന് പറഞ്ഞ ഒരു സ്റ്റോക്കും ഈ പറയുന്ന പോലെ റെക്കമെൻഡേഷനോ സോളിസിറ്റേഷനോ അഡ്വൈസ് അല്ല. നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ ഒരു രജിസ്റ്റേർഡ് സെബി രജിസ്റ്റേർഡ് ഇൻവെസ്റ്റ്മെന്റ് അഡ്വൈസറിന്റെ നിരീക്ഷണത്തിലും അഡ്വൈസിലും മാത്രം ചെയ്യുക എന്നുള്ള ഡിസ്ക്ലൈമറോടുകൂടി പറഞ്ഞ് മുത്തൂറ്റ് ഫിനാൻസ് എനിക്കും ജാസ്മിനും ഡയറക്റ്റ് ഹോൾഡിംഗ് എന്നില്ല എന്നുള്ള പേഴ്സണൽ ഡിസ്ക്ലോഷറും കൂടെ പറഞ്ഞു. ഓവർ ടു യു ജാസ്മിൻ. ഏതായാലും നമ്മളിവിടെ സംസാരിച്ചിരിക്കുന്ന സ്റ്റോക്കുകൾ ഒന്നും തന്നെ ഒരു അഡ്വൈസോ റെക്കമെൻഡേഷനോ അല്ല. നേരത്തെ സൂരജ് സാർ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ഈ ഷോ ഒരുപാട് പ്രേക്ഷകർക്ക് വളരെയധികം ഹെൽപ്ഫുൾ ആകുന്നുണ്ട്. ഈവൻ മാർക്കറ്റിന്റെ ബേസിക്സ് പോലും അറിയാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം ഓപ്പണിംഗ് അവർ എന്ന് പറയുന്നത് ഒരു വളരെ വൈസായിട്ടുള്ള ഒരു പ്രോഗ്രാം തന്നെയാണ്. അതിനെ പൊളിറ്റിസൈസ് ചെയ്ത് കാണേണ്ടതില്ല എന്ന് തീർച്ചയായിട്ടും ഓർക്കുക. കമന്റ് സെക്ഷനിലൊക്കെ ഒരുപാട് കമന്റ്സ് വരുന്നുണ്ട് നമ്മുടെ ഒരു പ്രോഗ്രാമിനെ കുറിച്ച്. എന്തായാലും താങ്ക് യു സോ മച്ച് എല്ലാവർക്കും. ഇനി ഒരു 2 ദിവസം വീക്കെൻഡാണ്. മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം ഉള്ള പ്രധാനപ്പെട്ട ടെൻഷൻസ് ഒക്കെ മാറ്റി വെച്ചുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ അടുത്ത ആഴ്ചയിൽ നമുക്ക് ഓപ്പണിംഗ് അവറിൽ വീണ്ടും കാണാം. താങ്ക് യു.